വെൽക്കം ബാക്ക് ടു വീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ മാത്സിന്റെ 7ാമത്തെ ചാപ്റ്റർ ആവും ഞങ്ങളെ മണി മാത്സ് അല്ലെങ്കിൽ പണക്കണക്കുകൾ അല്ലേ. അതിൻ്റെ നമ്മൾ 3 പാർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ കമൻറ്റ് കണ്ടായിരുന്നു 1-2 പേര് ഇതൊന്നുകൂടി ഒന്ന് എടുക്കണേന്ന് കേട്ടോ. എന്ന് വെച്ചാൽ അവർക്ക് ചിലതൊക്കെ ഡൗട്ട് ഉണ്ട് ടീച്ചറെ, ഞാൻ കണ്ടായിരുന്നു കമൻറ്റ് കേട്ടോ. എങ്ങനെയാണ് ഞാനതൊന്നും കൂടി ഒന്ന് പറയാം കുഞ്ഞുങ്ങളെ. അതായത് ഈ ചാപ്റ്ററിലെ ഫുൾ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ഒറ്റ ലിങ്കിൽ അങ്ങിടുക കേട്ടോ. ഇതിനകത്തുള്ള എക്സർസൈസുകൾ അതുപോലെ ചെയ്തിട്ടേക്കുന്ന കണക്കുകളും ഒക്കെ എങ്ങനെയാണ്, വളരെ ചെറിയൊരു ചാപ്റ്ററാണ് ഇത്. ഞാൻ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഫുൾ കണക്കും ഇതിനകത്തിൽ ഇടുന്നുണ്ട്. നിങ്ങളത് കുറേശ്ശെ കണ്ട് മനസ്സിലാക്കണം കേട്ടോ. ചിലപ്പം 20 മിനിറ്റ് വരെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ 20 മിനിറ്റ് വരെ കണ്ടതിന് ശേഷം അടുത്ത ദിവസം അല്ലെങ്കിൽ അതിന് ശേഷം ബാക്കി കണ്ടാൽ മതി. കാരണം ഇത്രയും വലിയ വീഡിയോ ആയതുകൊണ്ട് എങ്ങനെ കാണുമെന്നൊന്നും നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറേശ്ശെ എടുത്ത് കാണുക കേട്ടോ. നമ്മൾ ഈ പാഠത്തിൻ്റെ ഫുൾ നോട്ടും ഇതിനകത്തിൽ ഇടുന്നുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ 3 പാർട്ട് ഇട്ടതാണ്. ഞാൻ അതിൻ്റെ നോട്ടൊന്ന് കാണിക്കാം കുഞ്ഞുങ്ങളെ. എന്ന് വെച്ചാൽ റഫായിട്ടൊന്ന് അറിഞ്ഞിരിക്കാനേ. ഈ പെർസെൻറ്റേജ് കേട്ടോ, പെർസെൻറ്റേജ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ ശതമാനം എന്നാണ്. നമ്മുടെ സംസ്കൃത ഭാഷയിൽ ശതം എന്നാൽ 100 എന്നാണ് കേട്ടോ. നമ്മുടെ ടെസ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. ശതം എന്നാൽ 100 എന്നാണ് അർത്ഥം. മാനം എന്നാൽ അളവ് എന്നുമാണ് അർത്ഥം കേട്ടോ. ശതമാനം. അപ്പോൾ 100നെ നമ്മൾ അടിസ്ഥാനമാക്കിയുള്ള അളവിനെയാണ് നമ്മൾ ശതമാനം എന്ന് പറയുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളെ ഇത്രയേ ഉള്ളൂ. ശതമാനം എന്നതിൻ്റെ സിമ്പിൾ ഇതാണ് കേട്ടോ. ചരിച്ചൊരു വര കൊടുത്തിട്ട് തന്നെ ഇങ്ങനെ ഇടുന്നതിനെയാണ് നമ്മൾ ശതമാനം എന്ന് പറയുന്നത് കേട്ടോ. ശതമാനം. ഇപ്പം നമ്മളോട് പറയുകയാണ് ഒരു എക്സാമ്പിൾ 3% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ കുഞ്ഞുങ്ങളെ? 3/100 എന്നാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞതാണ്. അഥവാ മനസ്സിലാവാത്തവരാണെങ്കിൽ ഒന്നുകൂടെ കേട്ടോ കുഞ്ഞുങ്ങളെ. നമ്മളോട് പറയുക ഇപ്പം ഏതെങ്കിലും ഒരു തുണിക്കടയിലോട്ട് അല്ലേ, ഇനിയിപ്പോൾ ക്രിസ്മസ് വരികയാണ് അല്ലേ, ഇപ്പൊ ദീപാവലി കഴിഞ്ഞു, ഓണം കഴിഞ്ഞു, അടുത്ത ക്രിസ്മസിന് നമ്മൾ ഇന്ന് ന്യൂസ് പേപ്പറിന്റെ ഫസ്റ്റ് പേജിൽ അല്ലേ ഏതെങ്കിലും ഒരു ഷോപ്പിന്റെ അഡ്വർടൈസ്മെന്റ് ആയിരിക്കും കിടക്കുന്നത്. ഈ 20% ഓഫറുണ്ട്, 50% ഓഫറുണ്ട്, ഡിസ്കൗണ്ട് ഉണ്ട്, അതല്ലേ ഇങ്ങനെ. അതുപോലെ തന്നെ ഒരു തുണിക്കടയിലോട്ട് നോക്കിയാലും അല്ലേ, നമ്മൾ നടന്നു പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ റോഡിൽ കൂടി വണ്ടിയെ പോകുമ്പോഴും എല്ലാ തുണികളുടെയും ഫ്രണ്ടിൽ 20% ഓഫർ അല്ലെ, ഓണം പ്രമാണിച്ച് 50% ഓഫർ, ഡിസ്കൗണ്ട്, ഇങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്താണ് കുഞ്ഞുങ്ങളെ ഇതിന്റെ അർത്ഥം? ഇപ്പൊ നമ്മുടെ കടയുടെ മുന്നിൽ 5% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 5/100 എന്നാണ് കേട്ടോ. എന്താ കുഞ്ഞുങ്ങളെ? 5/100 എന്നാണ്. ഈ 5% എന്നതിന്റെ അർത്ഥം 5/100 എന്നാണ്. 10% എന്ന് വെച്ച് കഴിഞ്ഞാൽ 10/100 എന്ന് ഇതിന്റെ അർത്ഥമാണ് കേട്ടോ. 15% എന്ന് വെച്ചാൽ 15/100 എന്നാണെന്നാണ് നമ്മൾ ഇത് നേരത്തെ ചെയ്ത് പറഞ്ഞതാ. അഥവാ അറിയാത്തവരുണ്ടെങ്കിൽ കേട്ടോ. ഞാനൊരു എക്സാമ്പിൾ അതിനകത്ത് തന്നെ പറഞ്ഞു കുഞ്ഞുങ്ങളെ. 20 രൂപയുടെ ഒരു പേന, 20 റുപ്പീസ് കേട്ടോ. 20 രൂപയുടെ ഒരു പേനയാണ്, ഒരു പെൻസ് വേണ്ട പേന. 20 രൂപയുടെ ഒരു പേന. നിങ്ങൾ 6ാം ക്ലാസ് അല്ലേ, അപ്പം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു എക്സാമ്പിൾ പറയാം കുഞ്ഞുങ്ങളെ. 20 രൂപയുടെ ഒരു പേന. ഇതറിയാവുന്നവർക്ക് ഇനിയുള്ള ഏത് കണക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കടക്കാരൻ പറഞ്ഞു ഈ 20 രൂപയുടെ പേനയ്ക്ക് 25% ഡിസ്കൗണ്ട് ഉണ്ട്. ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? വിലക്കിഴിവെന്നാണ് കേട്ടോ. വിലക്കിഴിവെന്ന് വെച്ചാൽ കുറവുണ്ടെന്ന്. ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ വിലക്കിഴിവെന്നാണ് അതിൻ്റെ മലയാളം. എന്ന് വെച്ചാൽ അത്രയും രൂപ കുറവുണ്ടെന്ന്. ഈ 20 രൂപയുടെ ഒരു പേനയ്ക്ക് 25% വില കുറവുണ്ടെന്നാണ്. അപ്പം നമ്മൾ അതിനെ എങ്ങനെ എഴുതുന്നത്? എത്ര ശതമാനം? 25% ഓഫ് 20. 20ന്റെ 25%. അപ്പം എത്രയാ? 20ന്റെ 25. 20 രൂപയുടെ പേനയാണ്, 25% ഓഫറുണ്ട് അല്ലെ ഡിസ്കൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? 20ന്റെ 25%. മനസ്സിലാക്കണേ. 25% ഓഫ് എന്ന് വെച്ചാൽ ഇൻറ്റു ആ കേട്ടോ. ഓഫ് ഇൻറ്റു. അപ്പം എങ്ങനെ എഴുതും നമ്മൾ? 25ന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ പറഞ്ഞതാ അല്ലേ. 10%, 5% എന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ അർത്ഥം എന്താ? 10/100, 5/100 എന്ന് പറഞ്ഞു. അപ്പം 25% എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ കുഞ്ഞുങ്ങളെ? 25/100 എന്നാണ് കേട്ടോ. 25/100 ഇൻറ്റു എത്രയാണോ വില ആ വില എഴുതുക. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. ഒന്നുകൂടെ വേണേ എഴുതാം. ഇപ്പം 25% എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? 25/100 ആണ്. ഇൻറ്റു എത്രയാണോ വില. ഇവിടെ ഞാൻ 20 പറഞ്ഞത്. ഇനി 200 ആവാം, 500 ആവാം, എത്രയോ ആയിക്കോട്ടെ. 20 രൂപയുടെ പേന ആയതുകൊണ്ടാണ് നമ്മൾ 20 വെറുതെ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ എടുത്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഏറ്റവും വലിയ സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? മുകളിൽ 0യും താഴെ 0യും വന്നാൽ നമുക്ക് വെട്ടി ചെയ്യാം കേട്ടോ.
നിങ്ങൾ എപ്പോഴും വിചാരിച്ചോണം. എന്നിട്ട് ഇതിങ്ങനെ ഫുള്ളായിട്ട് അങ്ങ് അടിച്ച് നിങ്ങൾ കുഞ്ഞുങ്ങളല്ലേ അങ്ങനെ തന്നെ അങ്ങ് ചെയ്തോ. മുകളിൽ 0യും താഴെയും 0 വന്നാൽ അതിനെ അങ്ങ് വെട്ടിപ്പാം. അപ്പോൾ ഇനി ബാക്കി നോക്കിയേ നിങ്ങൾ എന്തോ ഉണ്ടെന്ന് എങ്ങനെ എഴുതണ്ട, എന്നാലും ഞാൻ ഒന്ന് അറിയാൻ വേണ്ടിയാണ്. 25 ഉണ്ട്, ഇവിടെ ഈ 0 പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു 10 ഉണ്ട്, പിന്നെ ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ ഒരു 2 ഉണ്ട്. കണ്ടോ, ഇനി ഇത്രയും കൂടെ ഉണ്ട്, ബാക്കി ഈ 2 എണ്ണം വെട്ടിപ്പോയി അല്ലേ, ബാക്കി ഇത്രയും ഉണ്ട്, അതിൽ സംശയമില്ലല്ലോ. നോക്കിയേ 25ഉം 10ഉം ഏതിൻ്റെയെങ്കിലും ടേബിളിൽ വരുന്നുണ്ടോ? ഉണ്ടോ? 5ൻ്റെ ടേബിളിൽ വരുന്നില്ലേ? എത്ര അഞ്ചാവും നിങ്ങൾ? 25. 5 5 25ആണ്. 2 5 10 തിരിഞ്ഞു പോവല്ലേ. 5ൻ്റെ ടേബിളാണ് നമ്മൾ എടുത്തതെങ്കിൽ എത്ര 5ആണ്? 25. 5 5 എത്ര 5ആണ്? 10 2. അപ്പം ഇനി എന്തുകൊണ്ട്? ഇനി നോക്കിക്കേ, 5 ഉണ്ട്, ഇൻറ്റു 2 ഉണ്ട്, ബൈ 2 ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കാം, 5 ഇൻറ്റു 2 എത്ര ആവും നിങ്ങളെ? 10 അല്ലേ. 10/2 എത്ര കുഞ്ഞുങ്ങളെ? 5 കേട്ടോ. 10 അതായത് 5 ഇൻറ്റു 2 10 10/2 10 ഡിവൈഡ് 2 എത്ര? 5 5 കേട്ടോ. 25നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര? ഇത് 2 രീതിയിൽ, ഇവിടെ ഞാൻ വെട്ടിയായി എഴുതിയത്, നിങ്ങൾക്ക് എങ്ങനെയാ? ഇവിടെ 100 വെച്ചാ ചെയ്തേ അല്ലേ. എങ്ങനെ ചെയ്താലും നമുക്ക് എന്താ 5 വരും കേട്ടോ. നിങ്ങൾ ഇങ്ങനെ നമ്മളിപ്പോൾ ഈ രീതി പറഞ്ഞുകൊണ്ടാണ്, അത് ഏത് രീതി വേണമെങ്കിലും ചെയ്യാം കേട്ടോ. വെട്ടാൻ എളുപ്പത്തിന് വേണ്ടി ഏത് രീതി വേണമെങ്കിലും ചെയ്യാം. നമുക്ക് എത്ര കിട്ടിയത്? 5 കിട്ടിയത്. സംശയം ഉണ്ടോ നിങ്ങളെ? 25/100 ഇൻറ്റു 20 കേട്ടോ. അപ്പം മേളിൽ കിടക്കുന്ന 0, ഈ 0 വെട്ടിപ്പോയാൽ ബാക്കി 25 ഇൻറ്റു 2 കേട്ടോ, ബൈ 10 കേട്ടോ. അതിനെ നമുക്ക് അറിയാവുന്ന ടേബിൾ 5ൻ്റെ ടേബിൾ നമുക്കറിയാം. 5 ഇൻറ്റു 5 25ആണ്, 2 ഇൻറ്റു 5 10ആണ്. പിന്നെ ഇനി വെട്ടാനുള്ളത് 5ഉം 2ഉം 2 കണ്ടോ. ഇത് ഞാനൊരു എളുപ്പവഴി പറഞ്ഞതാണ്. നിങ്ങളുടെ ടെസ്റ്റിൽ കുറച്ചുകൂടി ഞാനത് പറഞ്ഞു തരാം, ടെസ്റ്റിലെ കണക്ക് ചെയ്യുമ്പോഴേ. അപ്പോൾ ഇവിടെ എത്ര നമുക്ക് വന്നേ? 5 വന്നത് കേട്ടോ. എത്ര കുഞ്ഞുങ്ങളെ? 5 വന്നത്. അപ്പോൾ 5 രൂപയാണ് അവിടെ ഡിസ്കൗണ്ട് വന്നത്. അപ്പം നമ്മുടെ യഥാർത്ഥ വില എത്ര? 20 രൂപയുടെ ഒരു പേനയാണ്. അതിന് എത്ര രൂപ കുഞ്ഞുങ്ങളെ ഡിസ്കൗണ്ട്? 5 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ 20ൽ നിന്ന് ആ ഡിസ്കൗണ്ട് വന്ന തുക കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 15 രൂപ ആ പേനയ്ക്ക് കൊടുത്താൽ മതി എന്നതാണ് കുഞ്ഞുങ്ങളെ ഇതിൻ്റെ ബേസ് കേട്ടോ. ഇതറിയാവുന്ന ഒരു കുട്ടികൾക്ക് നമുക്ക് ഏത് കണക്കും ചെയ്യാൻ പറ്റും. നമുക്ക് അതിൻ്റെ എക്സർസൈസ് ക്വസ്റ്റ്യൻ ഓരോന്നും ചെയ്യാം. നോക്കിയേ, ഈ പേജിനകത്തിലെ ഇവിടെ ഒരു ചോദ്യം, പേജ് നമ്പർ 104ൻ്റെ ചോദ്യം നമുക്ക് ആദ്യമേ എഴുതാം. പേജ് നമ്പർ 104. നമ്മുടെ ടെസ്റ്റിലെ ചോദ്യം കൂടെ ഒന്ന് നോക്കിപ്പോ കുഞ്ഞുങ്ങൾ. ഇവിടെ നോക്കിയാൽ 100 രൂപയ്ക്ക് വസ്ത്രങ്ങൾ വാങ്ങിയാൽ 30 രൂപ കുറച്ച് കൊടുത്താൽ മതി എന്നാണ്. 100 രൂപയ്ക്ക് തുണി വാങ്ങിയാൽ 30 രൂപ കുറച്ച് കൊടുത്താൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 70 രൂപ കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 200 രൂപയ്ക്ക് വാങ്ങിക്കണമെങ്കിൽ എന്തോ ചെയ്യണമെന്നാണ് പറഞ്ഞത്? 100 രൂപയ്ക്ക് 30 രൂപയാണെങ്കിൽ 200 രൂപയ്ക്ക് എത്ര കുഞ്ഞുങ്ങളെ? 60 രൂപ കുറച്ച് കൊടുക്കണം അല്ലേ. ഈ 100ൻ്റെ ഇരട്ടിയാണല്ലോ 200. അപ്പോൾ 30ൻ്റെ ഇരട്ടി 60 അല്ലേ. അപ്പോൾ എത്ര? 200ൽ നിന്ന് 60 വരെ എത്ര കുഞ്ഞുങ്ങളെ? 140 രൂപ കൊടുക്കണം. ഇങ്ങനെയാണ് ഈ ഫസ്റ്റ് പേജ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനിയുള്ള കണക്കുകളിൽ എങ്ങനെയാണെന്നറിയോ? ഇപ്പം 500-500-നകത്തെ നമ്മൾ ഈ പെർസെൻറ്റേജ് ഇപ്പം ഇനി അങ്ങോട്ട് നോക്കണേ കുഞ്ഞുങ്ങളെ. ഇവിടെ ഓരോ 100 രൂപയ്ക്ക് 30 രൂപ വീതം കുറയ്ക്കുന്നതിനെയാണ് 30% എന്ന് പറയുന്നത്. ഇപ്പം 500 എന്ന് കേട്ട് കഴിഞ്ഞാൽ, 500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എത്ര 100 ഉണ്ട് കുഞ്ഞുങ്ങളെ? 500 എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എത്ര? 2, അതായത് 5 100 500 അല്ലേ. 5 100 500. അതറിയാമോ? 5 ഇൻറ്റു 100 500. അപ്പോൾ അതിന് എളുപ്പവഴിക്ക് ഇനിയുള്ള കണക്കിൽ എല്ലാം എന്താ ചെയ്താൽ മതി? ഇപ്പോൾ 600 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി ചെയ്യുമ്പോൾ 600ൻ്റെ 5% എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? 600ന് 5%, 5% വെച്ചാൽ 5/100 എന്നല്ലേ. അപ്പോൾ ഈ 0 ഈ 0 ഈ 0 ഈ 0, അതായത് മേളിൽ 2 0 വെട്ടുമെങ്കിൽ താഴെ 2 0 വെട്ടാം. അപ്പം നമുക്ക് ബാക്കി എങ്ങനെ വരും? 6 ഇൻറ്റു 5 എന്ന് വരും അല്ലേ. 600ൻ്റെ 5% എന്ന് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 600 ഇൻറ്റു 5/100 ആണല്ലോ. ആണോ കുഞ്ഞുങ്ങളെ? സംശയമുണ്ടോ? 600ൻ്റെ 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 600 ഇൻറ്റു 5/100 എന്നാണ്. മുകളിൽ 2 0 താഴെ 2 0 വെട്ടിപ്പോവും. ബാക്കി 6 ഇൻറ്റു 5 6 5 30 എന്നാണ് വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇത്രയും കിടന്ന് വെട്ടി ചെയ്യേണ്ട. ഇപ്പോൾ 500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് 600 എന്ന് പറഞ്ഞപ്പോൾ 600 ഇൻറ്റു 5, അപ്പോൾ 6 ഇൻറ്റു 5 എടുത്താൽ പോരായോ എന്ന് പറയുന്ന പോലെ 500 ആണെങ്കിൽ 5 ഇൻറ്റു 5 എടുത്താൽ മതി.
മനസ്സിലായോ? ഇപ്പം 800 ആണെങ്കിലോ കുഞ്ഞുങ്ങളെ, 800 ആണെങ്കിൽ 800ൻ്റെ ഇപ്പം 5% ആണെങ്കിൽ ഈ 2 പൂജ്യം അങ്ങ് കട്ട് ചെയ്തിട്ട് 8 ഇൻറ്റു എത്ര ആണോ ശതമാനം അത് വെച്ച് ചെയ്താൽ മതി എന്നാണ് കേട്ടോ. അതിൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്മുടെ ടെസ്റ്റിൽ നമ്മളിത് ചെയ്തതാ. എന്നാൽ ഇത് സംശയം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാവും കുഞ്ഞുങ്ങളെ കേട്ടോ. ഒന്നുകൂടെ ഒന്ന് നോക്കണേ കേട്ടോ കുഞ്ഞുങ്ങളെ. പേജ് നമ്പർ 104 കണക്ക് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. അത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നോക്കിക്കേ. പ്രൈസ് അല്ലെങ്കിൽ വില, അവിടെ നമ്മുടെ ടെസ്റ്റ് ഇംഗ്ലീഷ് മീഡിയമോ മലയാളം മീഡിയം എഴുതി വെച്ചിട്ടുണ്ട്. പ്രൈസ് അല്ലെങ്കിൽ വില എന്ന് പറയുന്നത് 500 രൂപയാണ്. നമ്മൾ പറഞ്ഞു എത്ര പെർസെൻറ്റേജ് ആണ് ഇവർ പറയുന്നത്, ഏതെടുത്താലും 30% എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കുഞ്ഞുങ്ങളെ. നമ്മുടെ ചോദ്യത്തിൽ 30% എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് മറക്കല്ലേ, 30% നോക്കിക്കോണേ. അപ്പോൾ 500 രൂപയുടെ 30% എന്നത് നമ്മൾ എങ്ങനെ കാണുമെന്ന് മുമ്പ് നമ്മൾ പറഞ്ഞ രീതി വെച്ച് തന്നെ ചെയ്താൽ മതി കേട്ടോ. 500ൽ എത്ര 100 ഉണ്ട് കുഞ്ഞുങ്ങളെ? എത്ര? 500 അല്ലേ? അപ്പോൾ ഈ 2 പൂജ്യം അങ്ങ് ഒഴിവാക്കണം കേട്ടോ. 2 പൂജ്യം, 2 സ്ഥാനം ഒഴിവാക്കിയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. 500ൻ്റെ ആ 2 പൂജ്യം അപ്പോൾ എത്ര വരുമെന്ന് നോക്കിക്കേ. നമ്മുടെ എത്ര പെർസെൻറ്റേജാ? 30 ആയിരുന്നു അല്ലേ? പെർസെൻറ്റേജ് എത്ര ആണോ ഇൻറ്റു 5 ആണ് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? അത് നല്ലപോലെ മനസ്സിലാക്കണം. ഇവിടെ നോക്കിക്കേ, 2 പൂജ്യം നമ്മൾ കട്ട് ചെയ്തു, പെർസെൻറ്റേജ് ഇൻറ്റു എത്ര? 10. ഇപ്പം മനസ്സിലായോ? ഇവിടെയും 2 പൂജ്യം എന്തുകൊണ്ടാണ് കട്ട് ചെയ്തത്? ഇപ്പം ഇതിനെ എത്ര 100 ഉണ്ടെന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം 1200ൽ എത്ര 100 ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 ഇൻറ്റു 100 കേട്ടോ. 12 100. 1000ത്തിലോ 10 100. 500ൽ 5 100. അതുകൊണ്ടാണ് ആ 100 എന്നുള്ളതിൻ്റെ 2 പൂജ്യം കട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ 30 ഇൻറ്റു 10. അതുപോലെ തന്നെ ഇതോ 30 എന്താണെന്ന് അറിയാവേ? പെർസെൻറ്റേജ് ആണേ. 30 ഇൻറ്റു എത്ര? ഇവിടെ 12. ഇതൊക്കെയാണോ അതിൻ്റെ ഡിഡക്ഷൻ കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ കിഴിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ. ഓക്കെ ആണോ നിങ്ങൾ? അതിൻ്റെ കിഴിവ് എത്ര എന്ന് മനസ്സിലായല്ലോ മലയാളം മീഡിയം. ഇനി നോക്കിക്കേ, എമൗണ്ട് ടു ബി പെയ്ഡ് എത്ര രൂപയായിരിക്കും കൊടുക്കേണ്ടതെന്ന്. 30 ഇൻറ്റു 3 ഇൻറ്റു 5 എത്ര കുഞ്ഞുങ്ങളെ? 15 ആണ്. എന്താ 3 ഇൻറ്റു 5 15, അതായത് 150. 30 ഇൻറ്റു 5 150 ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. 30 ഇൻറ്റു 5 150. ഇനി 30 ഇൻറ്റു 10 300. 12 ഇൻറ്റു 3 12 3 36 360. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ് അല്ലേ? ഇൻറ്റു ചെയ്യാം. പൂജ്യം വന്നു കഴിഞ്ഞാൽ 1 ഇൻറ്റു 3 3, 2 പൂജ്യം കൂടി ഇട്ട് കൊടുത്താൽ മതി. 12 ഇൻറ്റു 3 36 ആണ്. പിന്നെ ഈ പൂജ്യം അങ്ങ് ഇതൊക്കെ എളുപ്പ വഴിയാണ് കേട്ടോ. പൂജ്യം ഏതിൻ്റെ വന്നാലും എന്ത് ചെയ്യണം? പിന്നിട്ട് കൊടുത്താൽ മതി കേട്ടോ ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇവിടെ കിഴിവ് അല്ലെങ്കിൽ ഡിഡക്ഷൻ എന്ന് പറയുന്നത് 150 300 360 ഒക്കെയാണ് വന്നേക്കുന്നത്. ഇനി നോക്കി, എത്ര രൂപയുടെ സാധനമായിരുന്നു അത്? 500 രൂപയുടെ സാധനത്തിൽ നിന്ന് നമുക്ക് എത്ര കുറയ്ക്കണം? 150 രൂപ കുറച്ചിട്ട് ബാക്കി 350 രൂപ കൊടുത്താൽ മതി കേട്ടോ. ഇവിടെ നോക്കിയേ, 1000 രൂപയുടെ സാധനത്തിന് ഡിഡക്ഷൻ അല്ലെങ്കിൽ കിഴിവ് വന്നത് 300 ആണ്. 1000 ആണ്. 1000ത്തിൽ നിന്ന് 300 പോയാൽ 700 കേട്ടോ. ഇനി 1200 രൂപയുടെ സാധനത്തിന് എത്ര രൂപയാ? എല്ലാത്തിനും 30% ആയിരുന്നു കേട്ടോ. അതാണ് ഈ 30 വന്നത്. പിന്നെ 12 എത്ര? 360 ആണ് വന്നത്. 360. അപ്പം നമുക്ക് എത്ര? 840 വന്നു. കുറയ്ക്കാനറിയാമല്ലോ. നമ്മളിതെല്ലാം ഓൾറെഡി 2 പാർട്ടായിട്ടൊക്കെ ഇട്ടതാ. എന്നാലും ഇവിടെ എവിടെയെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങ് എഴുതി എടുത്തോളാം കുഞ്ഞുങ്ങളെ കേട്ടോ. ഓക്കെ ആണോ? അത്രയും നമുക്ക് ടെസ്റ്റിലെ തന്നെ അങ്ങ് നോക്കിപ്പോകും കുഞ്ഞുങ്ങളെ. അടുത്ത നമ്മുടെ ഒരു സഹകരണ ബാങ്ക്, കോഓപ്പറേറ്റീവ് ബാങ്ക് സ്ഥിര നിക്ഷേപത്തിൻ്റെ 9% കാണാൻ പറ്റുന്നുണ്ടോ? ഒരു ബാങ്കിലാണ് കുഞ്ഞുങ്ങളെ, ബാങ്കിൽ 9%. അതിപ്പോൾ നിങ്ങൾ എത്ര രൂപ എടുത്താലും 9% അവിടുത്തെ എന്ത് പറഞ്ഞത്? ഇൻട്രസ്റ്റ് എന്നാണ് കേട്ടോ. അതൊക്കെ ഒന്ന് അറിയണേ. പലിശ അതൊക്കെ ഒന്ന് അറിയണേ കുഞ്ഞുങ്ങളെ. നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ഇൻട്രസ്റ്റ് കേട്ടോ എന്ന് വെച്ചാൽ പലിശ കേട്ടോ. നമ്മളൊരു ബാങ്കിൽ ചെല്ലുമ്പം നമ്മളത് അങ്ങോട്ട് കൊടുത്താലും ഇങ്ങോട്ട് കിട്ടിയാലും ഒക്കെ പലിശയുണ്ട്. ഞാൻ ബാങ്കിൽ ചെന്നിട്ട് 2 ലക്ഷം രൂപ എനിക്ക് ഇങ്ങോട്ട് തരുന്നതിന് നമുക്ക് ലോൺ തരുവാന്നാണ് പറഞ്ഞത് കേട്ടോ. ലോൺ അപ്പം നമ്മൾ 2 ലക്ഷം രൂപ മേടിക്കുമ്പം ആ ബാങ്കിലിരിക്കുന്ന ആൾ പറയും, അതെ മേടിച്ചുകൊണ്ട് പോകുന്ന കൊള്ളാം, 9% പലിശയുണ്ട് കേട്ടോ. ഓരോ വർഷവും കഴിയുമ്പോൾ നിങ്ങൾ ഈ 9% പലിശ കൊണ്ടുവന്ന് അടയ്ക്കണം എന്നവർ പറയും. അപ്പം നമ്മളെന്താ അധികം ഈ എടുത്ത 2 ലക്ഷത്തിൻ്റെ 9% കണ്ടുപിടിച്ചിട്ട് ആ പലിശയും നമ്മൾ എടുത്ത തുകയും കൂടി വേണം കൊണ്ടുവന്ന് തിരിച്ചടയ്ക്കാൻ. അതുപോലെ തിരിച്ചുമാണ് നമ്മളിനി അങ്ങോട്ട് കൊണ്ടിട്ടാലും എന്താ അവർ പറയും, നിങ്ങൾ ഇത് എടുത്തോണ്ട് പോകുമ്പോൾ ഞങ്ങൾ 9% പലിശ കൂടി നിങ്ങൾക്ക് തരാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് അതിനെക്കുറിച്ചാണ് നിങ്ങൾ ഇനി പഠിക്കേണ്ടത്. ഇൻട്രസ്റ്റിന്റെ സ്പെല്ലിങ് പഠിക്കണേ, പലിശയാണ്. അതിനകത്തിലെ നോക്കിക്കേ ഒരു ചോദ്യം.
ആഷ്, സുമ, നിഹാരിക, ഈ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടേക്കുന്ന എല്ലാം നമ്മുടെ ആ ലിങ്കിലുണ്ട് കേട്ടോ. അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് 1, 2, 3 പാർട്ടായിട്ട് ഇട്ടിട്ടുണ്ടോ നിങ്ങളെ? അതിലൊന്നും ആർക്കും ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞില്ല. ഡൗട്ട് കൂടുതലായിട്ടുള്ളതാണ് ഞാൻ വീണ്ടും ഒന്നുകൂടി ഇടുന്നത് കേട്ടോ. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതങ്ങ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ്. ഇനിയും പറഞ്ഞാലും ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്ന് ഏതെങ്കിലും പറഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി സമയം ഉണ്ടെങ്കിൽ ഇടാം കുഞ്ഞുങ്ങളെ കേട്ടോ. അപ്പം നമ്മുടെ ഇവിടെ നോക്കിക്കേ, ഇതൊരു ബാങ്കാണ്. ബാങ്കിൽ ചെന്ന് ആഷ്, സുമ, നിഹാരിക, വിഹാന്, അഹി ഇവരെല്ലാം നണ്ട കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചേക്കുക. 15,000 രൂപ ഒരാളിട്ടു, 25,000 ഒരാളിട്ടു, 37,500 രൂപ ഒരാളിട്ടു, 12,500 ഒരാളിട്ടു, 22,500 ഒരാളിട്ടു. കണ്ടോ, ഓരോരുത്തരും പൈസ കൊണ്ടുവന്ന് നിക്ഷേപിച്ചിരിക്കുകയാണ്. ദാണ്ട ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഓരോരുത്തരും നിക്ഷേപിച്ച മലയാളവും ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ, അതായത് ആഷ് എത്ര രൂപ എമൗണ്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദാണ്ട എമൗണ്ട് ഇട്ടിട്ടുണ്ട്. ഇനി അവർക്ക് പലിശ നോക്കണേ കുഞ്ഞുങ്ങളെ, അവിടെ പലിശ എത്ര എന്നാ പറഞ്ഞത്? എത്ര രൂപയാ പലിശ പറഞ്ഞത്? 9 അല്ലേ, 9% പലിശ പറഞ്ഞത്. അപ്പം നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും എന്നാണ് അറിയേണ്ടത്. നോക്കൂ കുഞ്ഞുങ്ങളെ, എമൗണ്ട് നോക്കണേ. 15,000 രൂപയാണ് ആഷ്. ഓരോരുത്തരെയും നമുക്ക് എഴുതാം. 15,000 രൂപയോ കുഞ്ഞുങ്ങളെ ആഷിൻ്റെ. 0 ഒക്കെ കറക്റ്റായിട്ട് ഇടണേ. 15,000 അതിൻ്റെ എത്ര ശതമാനം? 9% കേട്ടോ. എല്ലാവർക്കും ആ ബാങ്കിൽ ആരെടുത്തോണ്ട് പോയാലും കൊണ്ടുപോയാലും 9% കേട്ടോ. അപ്പം നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു എന്താ, 2 0 അല്ലേ, ഇങ്ങനെ 15,000 എന്ന് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി 2 0 ഒഴിവാക്കിയാൽ 150 അല്ലേ, 150 × 9 എന്ന് വരുമെന്ന്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ, ഇവിടെ താഴെ ഒരു 0 പോയപ്പോൾ മേളിലൊരു 0 പോയി, താഴെ ഒരു 0 പോയപ്പോൾ മേളിലൊരു 0, അപ്പോഴും എന്താ 150 × 9. അപ്പം നമുക്ക് 1350 വരും കേട്ടോ. 150 × 9 എത്ര കുഞ്ഞുങ്ങളെ? 1350 വരും. അപ്പം ഇതെന്താ? ഇത് പലിശയാണ്. ഇതെന്താ കുഞ്ഞുങ്ങളെ? ഇത് ഇൻട്രസ്റ്റ് ആണ് കേട്ടോ, പലിശ. അപ്പം നമുക്ക് എന്താ, ടോട്ടൽ എമൗണ്ട് കൊണ്ട് കൊടുക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ ഈ പലിശ മാത്രമാണോ കൊണ്ട് കൊടുക്കേണ്ടത്? അവിടെയാണ് ഈ എല്ലാവർക്കും തെറ്റുന്നത്. ടോട്ടൽ എമൗണ്ട് കൊണ്ട് കൊടുക്കാൻ ചെല്ലുമ്പോൾ പലിശ മാത്രമല്ല കുഞ്ഞുങ്ങളെ, ആഷ് എടുത്തോണ്ട് പോയാൽ മുതലും പലിശയും കൂടിയാണ് കൊണ്ടടക്കേണ്ടത് കേട്ടോ. ഇവിടെ നോക്കൂ കുഞ്ഞുങ്ങളെ, ആകത്തുക എത്ര രൂപയാണ് എടുത്തോണ്ട് പോയേ? 15,000 രൂപ നമ്മുടെ ആഷ് എടുത്തോണ്ട് പോയതിന് എത്ര രൂപയും കൂടെ അടയ്ക്കണം? എത്ര രൂപ കിട്ടും? 1000 നമ്മൾ കൊണ്ടിട്ടതല്ലേ, അപ്പം നമുക്ക് എന്താ അധികം പലിശ കിട്ടും കേട്ടോ. ഇൻട്രസ്റ്റ് കിട്ടും എത്ര? 1350 രൂപ നമ്മുടെ ആഷിന് പലിശ കിട്ടും. 0,5,3,6,1 16,350 രൂപ നമ്മുടെ ആഷിന് മുതലും പലിശയും കൂടി കിട്ടും. ഇത്രയേ ഉള്ളൂ. അപ്പം മനസ്സിലായോ? ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അടുത്ത നമ്മുടെ സുമ 25,000 രൂപയാണ് ഇട്ടേക്കുന്നത്. 25,000 × 9/100. നമ്മൾ ചെയ്യുമ്പോൾ പറഞ്ഞു മേളിലൊരു 0 താഴെ ഒരു 0, ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ 2 0 എങ്ങനെ എഴുതിയാലും ഇത് തന്നെ കിട്ടുന്നത്. അപ്പം 250 × 9, 250നെ 9 കൊണ്ട് ഗുണിക്കുമ്പോൾ അല്ലെ ഇൻറ്റു ചെയ്യുമ്പോൾ 22,50 നമുക്ക് എന്ത് പലിശയായിട്ട് കിട്ടുന്നത്. പലിശയാണ് കേട്ടോ, പലിശയാണേ. എന്നിട്ട് എന്താ, പലിശ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ, പലിശ മാത്രം മേടിച്ചുകൊണ്ടെങ്കിൽ പോരുവാണോ? അല്ല, നമ്മുടെ മുതൽ ഇവിടെ കിടക്കുക അല്ലേ, എമൗണ്ട് ഇവിടെ കിടക്കുക. എമൗണ്ടും പലിശയും എത്ര കുഞ്ഞുങ്ങളെ? 25,000 രൂപയായിരുന്നു ബാങ്കിൽ കൊണ്ടിട്ടത്. നമുക്ക് എത്ര രൂപ? 2,250 രൂപ പലിശയും കൂടെ കിട്ടിയപ്പം എന്താ 27,250 രൂപ മുതലും പലിശയും കൂടെ ചേർത്ത് നമ്മുടെ സുമ ചേച്ചിക്ക് കിട്ടി കേട്ടോ. ഓക്കെ ആണോ? 27,250. അടുത്ത നമ്മുടെ നിഹാരിക, ഏറ്റവും കൂടുതൽ ഇട്ട നിഹാരിക അല്ലേ. 37,500 രൂപ, 37,500 × 9/100. അവിടെ എന്താ 0 ഉണ്ട്, 2 0 ഉണ്ട്. പിന്നെ ഏതാ 37,5 × 9. എത്ര കുഞ്ഞുങ്ങളെ? 3,375 രൂപ നിഹാരികയ്ക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്. ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റും ഏറ്റവും കൂടുതൽ തുകയും നമ്മുടെ നിഹാരികയ്ക്ക് കേട്ടോ. അപ്പം നമ്മൾ 37,500 കൂടെ ഇൻട്രസ്റ്റ്, എപ്പോഴും മുതലും പലിശയും മേടിച്ചുകൊണ്ട് വേണേ വരാൻ. പലിശ മാത്രം മേടിച്ചുകൊണ്ട് വന്നാൽ വീട്ടിൽ കയറ്റത്തില്ല, മുതലും പലിശയും കൂടി വേണം മേടിച്ചുകൊണ്ട് വരാൻ കേട്ടോ. നമുക്ക് തന്നെ ഒന്ന് ചിന്തിക്കാം. നമ്മൾ 37,500 രൂപ ബാങ്കിൽ കൊണ്ടിട്ടിട്ട് ഒരു വർഷം കഴിയുമ്പോൾ 3,375 രൂപ മേടിച്ചുകൊണ്ട് വന്നതെന്ന് ആലോചിച്ച് നോക്കിയല്ലേ. 5, 7, 8, 7, 3, 10, 3, 4, 40,875 രൂപയാവും നിങ്ങളെ നമ്മുടെ നിഹാരികയ്ക്ക് കിട്ടുന്നത് കേട്ടോ. ഓക്കെ ആണോ? ഇനി വിഹാൻ ഉണ്ട് അല്ലേ. വിഹാൻ നോക്കൂ നിങ്ങളെ, ഇവിടെ ഓരോരുത്തരെയും കറക്റ്റായിട്ട് എഴുതണേ.
ഞാൻ അടി വരെ ഇട്ടിട്ടുണ്ട്. നോക്കിയേ, വിഹാൻ എത്ര രൂപ നിങ്ങളെ? 12,500 രൂപയാണ് വിഹാന്. 9% പലിശയ്ക്ക്. 9% എന്ന് കേട്ടാൽ ബൈ 100 ആണ്. അപ്പം മേളിൽ 0 ഉണ്ട്, താഴെ 0 പോവും, താഴെ 0 ഉണ്ട്, മേളിൽ 0 പോവും. ബാക്കി 125 ഇൻറ്റു 9. 125 ഇൻറ്റു 9 എത്ര ആവും നിങ്ങളെ? 1125. ഇത് നമ്മൾ ചെയ്തതായതുകൊണ്ടാണ് ഇനി ഇൻറ്റു ചെയ്ത് കാണിക്കാഞ്ഞത് കേട്ടോ. നിങ്ങൾ മാറ്റിയിട്ട് ഇൻറ്റു ചെയ്യണേ. ഇത് ഓൾറെഡി ഞാൻ ചെയ്തിട്ടത് കൊണ്ടാവും നിങ്ങളെ ഇങ്ങനെ എളുപ്പം കാണിക്കുന്നത്. ഇത് എങ്ങനെ കിട്ടി എന്നൊന്നറിയാൻ വേണ്ടിയാണ്. മുതലും പലിശയും കൂടി കൂട്ടണം. മുതൽ എന്ന് പറയുന്നത് എമൗണ്ട് എത്ര രൂപയായിരുന്നു പ്ലസ് 1125. എത്ര രൂപ നിങ്ങളെ? എത്ര? 5, 2, 6, 3, 1. 13,625 രൂപയാണ് നമ്മുടെ വിഹാന് കിട്ടുന്നത്. ഇനി അഹിക്കൂടെ ഉണ്ട് കേട്ടോ. അഹി ഒരു 22,500 രൂപ നമ്മുടെ അഹിക്കുട്ടം കൊണ്ടിട്ടിട്ടുണ്ട്. 9% 0 ഉണ്ടെങ്കിൽ വെട്ടിക്കളയാം. 2 0 2 0. ബാക്കി 225 ഇൻറ്റു 9. 225 ഇൻറ്റു 9 2025 രൂപയാണ് ഇൻറ്ററസ്റ്റ് മേടിച്ചുകൊണ്ട് പോരരുത്. മുതലും പലിശയും. മുതൽ 22,500 രൂപയാണ് പ്ലസ് പലിശ 2025 രൂപ. അങ്ങനെ 2,425 രൂപ. 2,400, 500, 600 അല്ല, 24,000. കാരണം 22,500 രൂപയായിരുന്നു ഇട്ടത് കേട്ടോ. അതിൻ്റെ 2025 രൂപ പലിശ ഇൻട്രസ്റ്റ് കിട്ടി. അതിൻ്റെ മുതലും പലിശയും കൂടെ ആകുമ്പം 24,527. 24,525 ആണ് കുഞ്ഞുങ്ങളെ. അപ്പോൾ അതാണ് ടെസ്റ്റിലെ ആ എക്സസൈസിൻ്റെ ക്വസ്റ്റ്യൻ. അത് ഓക്കെ ആണോ? ഇവിടെ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ കുഞ്ഞുങ്ങളെ? നമുക്ക് എത്ര ശതമാനമാണോ തന്നിരിക്കുന്നത്, ആ തന്നിരിക്കുന്ന മുതലിൻ്റെ കൂടെ അല്ലെങ്കിൽ എമൗണ്ടിൻ്റെ കൂടെ കേട്ടോ, ആ തന്നിരിക്കുന്ന ശതമാനം എത്ര ആണോ അതുകൊണ്ടങ്ങ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നിങ്ങൾ എപ്പോഴും ഓർത്തോണം, നിങ്ങളുടെ വിചാരം ഇവിടെ വരെ ചെയ്ത് കഴിയുമ്പോൾ അങ്ങ് തീർന്നെന്നാണ്. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. ഈ കണക്കിനകത്തിൽ കൂടുതലും തെറ്റുന്നത് അവിടെയാണ്. മുതലും പലിശയും കൂട്ടാനാണോ കുറയ്ക്കാനാണോ എന്ന് നോക്കണം കേട്ടോ. ഇവിടെ എന്താ, നമ്മൾ 12,500 രൂപ അല്ലെങ്കിൽ 22,500 രൂപ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ 9% പലിശ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പലിശയും മുതലും കൂടിയാണ് മേടിച്ചുകൊണ്ട് വരേണ്ടത് കേട്ടോ. ഓരോ കണക്ക് ചെയ്യുമ്പോഴും മനസ്സിലാക്കി വേണം പോവാൻ. ഓക്കെ ആണോ? അടുത്ത് നോക്കൂ നിങ്ങളെ, നമ്മുടെ പാർട്ട് 2 ആയിട്ട് നമ്മൾ ഇട്ടായിരുന്നു. അതായത് ചെയ്തിട്ടിരിക്കുന്ന ഒരു കണക്കായിട്ടോ. ഒരു ബാങ്കിൽ നിന്നും കാർഷിക വായ്പ കിട്ടും. 1 വർഷം കഴിഞ്ഞ് തിരിച്ചടയ്ക്കുമ്പോൾ 6% പലിശ കൊടുക്കണമെന്നാണ് അവർ പറഞ്ഞത്. നോക്കണേ, 6% പലിശ കൊടുക്കണമെന്നാണ് പറഞ്ഞത്. 25,000 രൂപയാണ് വായ്പ വാങ്ങിയ ഒരാൾ 1 വർഷം കഴിഞ്ഞാൽ എത്ര രൂപ തിരിച്ചടയ്ക്കണമെന്നൊരു ചോദ്യമുണ്ട്. ഇതൊക്കെ മനസ്സിലായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങൾക്ക്? മനസ്സിലായിരുന്നോ നിങ്ങളെ? ടെസ്റ്റ് ചെയ്തിട്ടിരിക്കുന്ന കണക്കാട്ടോ. അതായത് അയാൾ അഗ്രികൾച്ചർ ലോൺ കേട്ടോ, കൃഷിയുടെ അഗ്രികൾച്ചറിൻ്റെ കൃഷിക്ക് വേണ്ടി അല്ലേ കാർഷിക വായ്പ എന്താണ് നിങ്ങളുടെ ടെസ്റ്റിൽ തന്നേക്കുന്നത്? കാർഷിക വായ്പ 25,000 രൂപയാവും നിങ്ങളെ കൃഷിക്ക് വായ്പ. പലിശ 6%. നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഏതാ? മേളിൽ 2 0 താഴെ 2 0 വെട്ടിപ്പോയി. ബാക്കി ഏതാ? 250 ഇൻറ്റു 6 1,500 രൂപ കിട്ടി അല്ലേ. അപ്പം നമ്മൾ ആ 1,500 രൂപ എന്താണ് അവിടെ? പലിശയാണ്. എന്താ? ഒരു ബാങ്കിൽ നിന്ന് 25,000 രൂപ കടമെടുത്ത പ്പോൾ നമ്മൾ എന്താ 6% പലിശയാണ് 1,500 രൂപ വന്നത്. പലിശ മാത്രം കൊണ്ടുവന്ന് ബാങ്കിൽ കൊണ്ട് അടച്ചാൽ മതിയോ? അല്ല. എന്താ? നമ്മൾ എടുത്ത മുതലും പലിശയും കൂടെ അടയ്ക്കേണ്ടത്. അപ്പൊ എത്ര രൂപ അടയ്ക്കണം നോക്കിയേ. മുതലെന്ന് പറയുന്നത് 25,000 ആണ്. പലിശ എന്ന് പറയുന്നത് 1,500 ആണ്. അങ്ങനെ 26,500 രൂപ 26,500 റുപ്പീസ് കൊണ്ടുവന്ന് ബാങ്കിൽ കൊണ്ട് അടച്ചെങ്കിലേ ഇല്ലെങ്കിൽ എന്താ അവിടുന്ന് ആൾക്കാർ വീട്ടിൽ വരും അല്ലേ. 26,500 രൂപയാവും നിങ്ങളെ അടയ്ക്കേണ്ടത്. അതിന് സംശയമൊന്നുമില്ലല്ലോ. ഇത് നമ്മുടെ ടെസ്റ്റ് ചെയ്തിട്ടിരിക്കുന്ന കണക്കാണ് കേട്ടോ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അടുത്ത് നോക്കൂ കുഞ്ഞുങ്ങളെ, നമ്മുടെ പേജ് നമ്പർ 106 എക്സർസൈസ് ക്വസ്റ്റ്യൻ ആണ്. 25% വിലക്കുറവെന്ന് അവിടെ ഒരു ടെക്സ്റ്റൈൽസിന്റെ ഫ്രണ്ടിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടല്ലോ, നമ്മുടെ ടെസ്റ്റിൽ എല്ലാവരുടെയും ടെസ്റ്റിലുണ്ട്. 25% ആണ് അവിടെ വിലക്കുറവെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നോക്കണേ, നമ്മുടെ ഇംഗ്ലീഷ് മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. ശ്രീഷ ഈ കടയിൽ നിന്നും 3,500 രൂപയുടെ വസ്ത്രങ്ങൾ വാങ്ങി എത്ര രൂപ കൊടുക്കണം? 25% ഡിസ്കൗണ്ട് ആണ് കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാരാണ് കുഞ്ഞുങ്ങളെ. 25% ആണ് അവിടുത്തെ ഡിസ്കൗണ്ട്. ശ്രീഷ bought a cloth worth 3,500 rupees from this shop. How much should she pay? അവൾ എത്ര രൂപ തിരിച്ചടയ്ക്കണമെന്നാണ് നമ്മളോട് ചോദിച്ചത്.
ശ്രീഷയുടെ ചോദ്യം നോക്കൂ കുഞ്ഞുങ്ങളെ. അപ്പം ശ്രീഷ വാങ്ങിച്ചതല്ലേ, അപ്പം ശ്രീഷ കടയിൽ നിന്നും വാങ്ങിയ, ഇവിടെ നോക്കിയാൽ മതി, ശ്രീഷ കടയിൽ നിന്നും വാങ്ങിയ വസ്ത്രത്തിന്റെ വില എന്ന് പറയുന്നത് 3500 രൂപയാണ്. ഞാൻ ഇച്ചിരി എക്സ്പാൻഡ് ചെയ്ത് എഴുതിയത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് കേട്ടോ. ശ്രീഷ ബൈങ് ദ ക്ലോത്ത് എങ്ങനെ പറഞ്ഞാൽ ബോട്ട്, ശ്രീഷ ബോട്ട് ക്ലോത്ത് വർത്ത് കേട്ടോ. സ്റ്റെപ്പ് എഴുതണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ശ്രീഷ ബോട്ട് ക്ലോത്ത് വർത്ത് 3500. ഫസ്റ്റ് അങ്ങനെ എഴുതാം. ഡിസ്കൗണ്ട് അല്ലേ, വിലക്കുറവ് അല്ലെ വിലക്കിഴിവ് 25%, അത് നമുക്കറിയാം. അപ്പം നമ്മളോട് പറഞ്ഞ 3500 രൂപയുടെ 25% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25% ഓഫ് 3500. നമുക്ക് എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ നോക്കിക്കേ. 25/100 ഇൻറ്റു അല്ലേ, 25/100 ഇൻറ്റു 3500. അപ്പം നമുക്ക് മുകളിലും താഴെയും കിടക്കുന്ന വെട്ടിപ്പോയാൽ 25 ഇൻറ്റു 35 കേട്ടോ. 25 അറിയാമല്ലോ, നമ്മൾ ഇതുവരെ ചെയ്ത അതേ രീതി തന്നെയാണ്. 25 ഇൻറ്റു 35. അപ്പോൾ 875 രൂപ എന്താണ്? അവിടുത്തെ ഡിസ്കൗണ്ട് ആണ് കുഞ്ഞുങ്ങളെ കേട്ടോ. അവിടുത്തെ വിലക്കുറവാണ് എത്ര? 875. ഈ 875 രൂപ മാത്രം കൊടുത്താൽ മതിയോ? അല്ല, യഥാർത്ഥ വില എത്രയാണ് അല്ലേ? റിഡക്ഷൻ, ഇവിടെ വേണേ റിഡക്ഷൻ ഇൻ പ്രൈസ് ആണ് ഈ പറഞ്ഞത് കേട്ടോ. ഏതാ റിഡക്ഷൻ ഇൻ പ്രൈസ് വേണമെങ്കിൽ നിങ്ങൾ അത് റിഡക്ഷൻ ഇൻ പ്രൈസ് എത്ര രൂപയാണ് റിഡക്ഷൻ വന്നത്? ഇംഗ്ലീഷ് മീഡിയക്കാർ റിഡക്ഷൻ വന്നത്, അതായത് വിലയിലെ കുറവ് എത്ര എന്ന് വെച്ചാൽ അത് എഴുതാൻ. ഇത് നമ്മൾ നേരത്തെ ഒരു ലിങ്ക് ഇട്ടുകൊണ്ട് അങ്ങനെ കേട്ടോ. വിലയിലെ കുറവ് എന്ന് പറയുന്നത്, അതായത് ഡിസ്കൗണ്ട് 875. ഇനി ഈ 875 രൂപ കൊടുത്താൽ മതിയോ നിങ്ങൾ? ഇത് നിങ്ങൾ നല്ലപോലെ പഠിക്കണേ. നിങ്ങളുടെ ഏതെങ്കിലും ഒരു പേരങ്ങിട്. അപ്പം നിങ്ങൾ കടയിൽ ചെന്ന് 3500 രൂപയുടെ ഒരു തുണി എടുത്തപ്പം നമ്മൾ ആ കോളറിൽ അല്ലെ, നമ്മുടെ ഏത് ചുരിദാറായാലും സാരി എന്തിൻ്റെയും സൈഡിൽ അതിൻ്റെ ഒരു പ്രിന്റ് കാണും. അപ്പോൾ അത് ഈ 3500 രൂപയിൽ നിന്നാണ് 25% ഡിസ്കൗണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മളപ്പോൾ എത്ര രൂപ അപ്പം ഡിസ്കൗണ്ട് വരുമെന്ന് നോക്കുക. നമ്മളത് നോക്കി 875 രൂപ വരും. അപ്പോൾ എന്ത് ചെയ്യണം? ആ യഥാർത്ഥ വിലയിൽ നിന്നും അല്ലേ കൊടുക്കേണ്ട വില, എമൗണ്ട് ടു ബി പെയ്ഡ് കേട്ടോ. എത്ര രൂപ അപ്പം നമ്മൾ കൊടുക്കേണ്ട വില, എമൗണ്ട് ടു ബി പെയ്ഡ് എത്ര രൂപ കൊടുക്കണം കുഞ്ഞുങ്ങളെ? നമ്മുടെ യഥാർത്ഥ വിലയായ 3500-ൽ നിന്നും 875 രൂപ കുറയ്ക്കണം കേട്ടോ. കുറയ്ക്കാനൊക്കെ അറിയാവേ. 3500 രൂപയിൽ നിന്നും എത്ര കുഞ്ഞുങ്ങളെ? 875 രൂപ കുറയ്ക്കണം. കുറയ്ക്കാൻ അറിയണേ. 0-ൽ നിന്നും 5 എടുക്കാൻ പറ്റുമോ? ഇല്ല. തൊട്ടിപ്പുറത്തുനിന്ന് കടമെടുക്കാൻ ചെന്നപ്പം അവിടെയും 0ആണ്. അവിടുന്ന് എടുക്കാൻ പറ്റുമോ? അപ്പം നമ്മൾ ആ സംഖ്യയെ ഒരുമിച്ച് അങ്ങ് എടുക്കണം. അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. എല്ലാം നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടായില്ല. കുറയ്ക്കാൻ ഒരെണ്ണേ ചെയ്ത് പഠിച്ചുള്ളൂ, അതങ്ങ് പഠിക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. നമ്മൾ ഇപ്പുറത്ത് ചെന്ന് കടമെടുക്കാൻ ചെന്നപ്പോൾ അവിടെ 0 കുഞ്ഞുങ്ങളെ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ആ 2 സംഖ്യയെ ഒരുമിച്ചെടുത്തേ നോക്കി. അപ്പം അത് 50 ആയില്ലേ? 0 മാറി 50 ആയില്ലേ? അപ്പം എന്തോ ആയി? ഒന്നിനെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അങ്ങ് 10 ആയി, ഇത് 49 ആവും. അതൊന്ന് അറിഞ്ഞു വെച്ചേക്കണേ കേട്ടോ. 49. അപ്പം എന്താ? 10-ൽ നിന്ന് 5 പോയാൽ 5, 9-ൽ നിന്ന് 7 പോയാൽ 2, പിന്നെ 4-ൽ നിന്ന് 8 പോകത്തില്ല. അപ്പം ഇവിടുന്ന് കടമെടുത്തു 14, 14-ൽ നിന്ന് 8 പോയാൽ 6, പിന്നെ ഇവിടെ 2 ഉള്ളൂ, 2625 അങ്ങനെ വരുന്നത് കേട്ടോ. അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. ഈ കുറയ്ക്കുന്നത് നല്ലപോലെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ കേട്ടോ. അപ്പം ശ്രീഷയുടെ കണക്കാ കുഞ്ഞുങ്ങളെ, അത് നമ്മളപ്പം അന്ന് ചെയ്തതാണ്. അടുത്ത നമ്മൾ പഠിക്കുന്നത് ഏതാ? ഏഞ്ചലോ ടോമിയുടെ ഒരു കണക്കാവും ഞങ്ങളെ. ഏഞ്ചലോ ടോമി ബോറോവിഡ് 45,000 rupees ഫ്രം എ ബാങ്ക്. ദ ഇൻട്രസ്റ്റ് ഈസ് 12%. ഹൗ മച്ച് ഷുഡ് ഹി പേ ബാക്ക് ആഫ്റ്റർ 1 year? ഏഞ്ചലോ ടോമി ഒരു ബാങ്കിൽ നിന്നും 45,000 രൂപ കടമെടുത്തു. 12% പലിശ നിരക്ക്. 1 വർഷം കഴിയുമ്പോൾ എത്ര രൂപ തിരിച്ചടയ്ക്കണമെന്നാണ് നമ്മളോട് ചോദിച്ചത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു, മനസ്സിലാവുന്നുണ്ടോ? രണ്ടാമത് ഞാനിത് ഇടുന്നത് തന്നെ 1-2 കമൻറ്റ് കണ്ടു കുഞ്ഞുങ്ങളെ. ഇതിനകത്തിൽ വെട്ടി ചെയ്യുന്നതും ഒക്കെ എങ്ങനെയാണെന്ന് അതുകൊണ്ട് നല്ലപോലെ മനസ്സിലാക്കണേ. അപ്പം നോക്കുക, ഇവിടെ ഏഞ്ചലോ ടോമി ബാങ്കിൽ നിന്നും എത്ര രൂപയാണ് ബോറോ ചെയ്തത്? ബോറോ ചെയ്തതെന്ന് വെച്ചാൽ കടമെടുത്തു എന്നാ കേട്ടോ. ബോറോഡ് മണി ഫ്രം ബാങ്ക് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര എഴുതാൻ വയ്യെങ്കിൽ എമൗണ്ട് എന്ന് എഴുതിയാലും മതി. എത്ര എമൗണ്ട് ആണ് എടുത്തത്? 45,000 രൂപയാണ് ബാങ്കിൽ നിന്ന് കടമെടുത്തത്. ഇൻട്രസ്റ്റ് എത്ര? നമുക്ക് ഏത് ചോദ്യത്തിൻ്റെയും ഫസ്റ്റ് ഇത് തന്നെ അതിൻ്റെ ഇതുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. കടമെടുത്ത പൈസ, അതിൻ്റെ പലിശ. അപ്പം നമ്മൾ ആ ചെയ്ത രീതി തന്നെ ചെയ്താൽ അതേതാ? 45,000 ഇൻറ്റു 12/100. 2 0 പോയി കഴിഞ്ഞാൽ 450 ഇൻറ്റു 12 ഇല്ലയോ? 450 ഇൻറ്റു 12 എന്ന് വെച്ചാൽ 0-നെ അങ്ങ് മാറ്റി കഴിഞ്ഞിട്ട് 45 ഇൻറ്റു 12 എല്ലാവർക്കും ഗുണിക്കാൻ അറിയാമേ കേട്ടോ. 2 5 10, ശിഷ്ടം 1, 2 4 8 1 9, 1 5 5, 1 4 4. അപ്പോൾ 540 നമുക്ക് കിട്ടും. പിന്നെ നമ്മളിവിടെ ഒരു 0 മാറ്റിയിട്ടാണ് 45 ഇൻറ്റു 12 ചെയ്തത്. ആ 0-നെ എടുത്ത് വെക്കുമ്പം 5,400 രൂപ അവിടുത്തെ പലിശ മാത്രമാണ്
കേട്ടോ. ഏഞ്ചലോ ടോമി ബാങ്കിൽ പോയി 45,000 രൂപ എടുത്തപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ പലിശ തന്നെ 5,400 രൂപയായി. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, 5,400 രൂപ പലിശയായി. അപ്പൊ പലിശ കൊണ്ട് അടച്ചാൽ മതിയോ? അല്ല, ഒരു വർഷം കഴിയുമ്പോൾ തിരിച്ചടക്കേണ്ടത് ഡെപ്പോസിറ്റ് എമൗണ്ട് ആഫ്റ്റർ 1 ഇയർ, അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. തിരിച്ചടക്കേണ്ട തുക കേട്ടോ എത്ര? ഈ 45,000 കൂടെ ഈ 5,400 കൂടെ കൂട്ടി 50,400 രൂപ കൊണ്ടുവന്ന് തിരിച്ചടയ്ക്കണം കേട്ടോ. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഇതിന്റെ ഒരു മോഡൽ കിട്ടി തന്നെ ഇതിൽ ഏത് കണക്ക് വെച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പേരെന്തോ ആയിക്കോട്ടെ, ഒരു ബാങ്കിൽ ചെന്ന് ഒരാൾ 45,000 രൂപ കടം എടുത്തു എന്നാവും കുഞ്ഞുങ്ങളെ. അതിന്റെ 12% ആ ബാങ്കുകാർ പറഞ്ഞത് നിങ്ങൾ പലിശ തരണമെന്ന്. അപ്പൊ നിങ്ങളുടെ ആദ്യത്തെ ജോലി ഈ 45,000ന്റെ 12% എത്രയാ എന്നാണ് ആദ്യത്തെ നിങ്ങളുടെ ജോലി. അപ്പൊ നമുക്ക് 5,400 രൂപ കിട്ടി. ആ പലിശയുടെ കൂടെ മുതലും കൂടെ ആണ് കൊണ്ട് അടക്കേണ്ടത്. അല്ലാതെ പലിശ മാത്രമൊന്നും പറഞ്ഞ് അങ്ങോട്ട് എല്ലാം പറ്റുമോ? ഇല്ല, മുതലും കൂടി ഒരു വർഷം കഴിഞ്ഞ് അടയ്ക്കണമെന്ന് അവർ പറഞ്ഞായിരുന്നു. അപ്പൊ മുതലും പലിശയും കൂടെ അടച്ചപ്പം 50,400 രൂപ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഏഞ്ചലോ ഓക്കെ. അടുത്ത മൂന്നാമത്തെ ചോദ്യം, മേഹുൽ ഓരോ മാസവും വരുമാനത്തിന്റെ 8% ചികിത്സാ സഹായ നിധിയിലേക്ക് സംഭാവന കൊടുക്കുന്നുണ്ട്. ഈ മാസം മേഹുലിന്റെ വരുമാനം 75,000 രൂപയാണ് കുഞ്ഞുങ്ങളെ. അതിൽ എത്ര രൂപയാണ് സംഭാവനയായിട്ട് കൊടുക്കേണ്ടത് എന്നാണ് കൊടുക്കുന്നത്. അവൻ എത്ര രൂപ? അവന് 75,000 രൂപ ശമ്പളം കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ അന്ന് നല്ലപോലെ പറഞ്ഞതാ അല്ലേ? ശമ്പളം കിട്ടുന്നതിൽ അയാൾ 8% എന്ത് ചെയ്യുന്നു? ആ ശതമാനം മുതൽ കൊടുക്കുന്നില്ല കേട്ടോ. അതിന് എത്ര രൂപയാണോ അവൻ ആ ഒരു മാസം പലിശ കിട്ടുന്നത് അത് മാത്രമേ അയാൾ കൊടുക്കുന്നുള്ളൂ. ചോദ്യം നല്ലപോലെ മനസ്സിലാക്കണം കേട്ടോ. മേഹുൽ ഓരോ മാസവും വരുമാനത്തിന്റെ അവന് കിട്ടുന്ന പൈസയുടെ 8% ചികിത്സാ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നുണ്ടെന്നാ കേട്ടോ. ചോദ്യം ഒന്ന് മെഡിക്കൽ എയ്ഡ് കേട്ടോ, പുവർ ദ മെഡിക്കൽ എയ്ഡിന് വേണ്ടി കൊടുക്കുന്നുണ്ടെന്നാണ്. അപ്പം മേഹുൽസിന്റെ സാലറി ഇവിടെ പറയുന്നുണ്ട്. എത്ര കുഞ്ഞുങ്ങളെ? 75,000 രൂപയാണ് മേഹുലിന്റെ സാലറി. അവൻ കോൺട്രിബ്യൂഷൻ ടു മെഡിക്കൽ എയ്ഡിന് എത്ര രൂപയാണ് കൊടുക്കുന്നത്? 8% കൊടുക്കുന്നു അല്ലെ? അപ്പൊ ആ 75,000ന്റെ 8% എത്ര ആണെന്ന് കണ്ടുപിടിക്കണം. എത്ര കുഞ്ഞുങ്ങളെ? 6,000 ആണ്. അപ്പൊ 6,000 രൂപ മാത്രമേ, മുതലും 6,000 കൂടെ ഒന്നും കൂട്ടല്ലേ, മുതലും പലിശയും കൂടെ ഇവിടെ കൂട്ടേണ്ട കാര്യമില്ല. കാരണം അവൻ എടുത്തു പറയുന്നുണ്ട്, ഞാൻ എന്താ എനിക്ക് കിട്ടുന്ന പലിശ ഞാൻ അങ്ങ് കൊടുക്കുക. മുതൽ അവിടെ കിടപ്പുണ്ട്. എനിക്ക് ഓരോ മാസവും ബാങ്കിൽ നിന്ന് കിട്ടുന്ന പലിശ ഞാൻ ഓരോരോ കാര്യത്തിന് കൊടുക്കുക എന്ന് നമ്മൾ പറയത്തില്ലേ? അതുകൊണ്ട് ആ പലിശ മാത്രമാണ് ഈ 6,000. മനസ്സിലായോ? ചോദ്യം നല്ലപോലെ മനസ്സിലായല്ലോ. പലിശ മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. അവിടെ മുതലും പലിശയും കൂടെ കൂട്ടി വെച്ച് കൊടുക്കല്ലേ? ഓക്കെ ആണോ നിങ്ങളെ? മൂന്നാമത്തെ ഓക്കെ. അടുത്ത ഇനി നമ്മൾ UG കേട്ടോ. എല്ലാം വെറൈറ്റി പേരുകളല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഈ ചാപ്റ്ററിനകത്തിലെ എല്ലാവരുടെയും പേര് നിങ്ങൾ നോക്കണേ കേട്ടോ. ഞാൻ ഇങ്ങനെയുള്ള പേരുകൾ ഒന്നും സത്യം പറഞ്ഞാൽ കേട്ടിട്ടില്ല കേട്ടോ. ഏഞ്ചല എന്ന് പറയുന്നൊരു കുട്ടി എനിക്കുണ്ട് കേട്ടോ. ഏഞ്ചലോ, ടോമി, മേഹുല്, യൂജിന് അല്ലേ? യൂജിന് എല്ലാ മാസവും വരുമാനത്തിന്റെ 12% മിച്ചം വെക്കുന്നുണ്ട്. അവൻ അങ്ങനെ ധാരാളിപ്പുള്ള കൊച്ചൊന്നുമല്ല കേട്ടോ. ആള് നല്ല ഡീസൻ്റാ. എത്ര രൂപ കിട്ടിയാലും അതിന്റെ 15% അവൻ മിച്ചം വെക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ വല്ലതും മിച്ചം വെക്കുന്നുണ്ടോ നിങ്ങളെ? നിങ്ങളുടെ കയ്യിൽ വല്ല സമ്പാദ്യങ്ങളും വല്ലതും ഒക്കെ ഉണ്ടോ? എന്താ ചില കുട്ടികൾ ഈ വഞ്ചിയൊക്കെ മേടിച്ച് കൊടുക്കുക അല്ലേ? അങ്ങനെയൊക്കെ പറയും. വഞ്ചിയൊക്കെ ഉത്സവത്തിനും അവിടെ നിന്നൊക്കെ മേടിച്ചിട്ട് അതിനകത്തിലൊക്കെ കളക്ട് ചെയ്തൊക്കെ വെക്കുന്നതാണ് അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യും? അമ്മയോ അച്ഛനോ അമ്മയൊക്കെ എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ എന്താ ഇത് പൊട്ടിച്ച് അവരെടുത്തോണ്ട് പോലും ഇതില്ലയോ നിങ്ങളെ? സത്യം ഇല്ലയോ? നമ്മൾ വലിയ കാര്യത്തെ എന്താ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന എല്ലാം കൂടെ കൊണ്ട് സൂക്ഷിച്ചു വെക്കും ഇല്ലേ? വേറെ എന്തെങ്കിലും വീട്ടിൽ ആവശ്യം വരുമ്പോൾ പറയും അതിൽ നിന്ന് അങ്ങ് എടുക്ക് ഇല്ലയോ? അതങ്ങനെ അധികം നാളൊന്നും അതങ്ങനെ ഇരിക്കത്തില്ല ഇല്ലയോ? അപ്പൊ ഇവിടെ നമ്മുടെ യൂജിന് എല്ലാ മാസവും വരുമാനത്തിന്റെ 15% മിച്ചം വെക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ. നമ്മുടെ യൂജിന്റെ ജനുവരി മാസത്തെ വരുമാനം നോക്കണേ. ജനുവരി മാസത്തെ വരുമാനം 64,000 രൂപയാണ് അല്ലെ? അപ്പൊ എന്തോ നല്ല ശമ്പളമാണ്, നല്ല ജോലിയാണ് അല്ലെ? അതില് എത്ര രൂപയായിരിക്കും അവൻ മിച്ചം വെക്കുന്നത്? യൂജിൻ സേവ് 15% ഓഫ് ഹിസ് ഇൻകം ഈച്ച് മന്ത്. ഹിസ് ഇൻകം ഇൻ ജാനുവരി വാസ് 64,000 rupees. ഹൗ മച്ച് ഡിഡ് ഷീ സേവ് ദാറ്റ് മന്ത്? അതായത് യൂജിന്റെ ശമ്പളം എന്ന് പറയുന്നത് ഇതൊന്നും വലിയ പാടുള്ള കണക്കേ അല്ല കുഞ്ഞുങ്ങൾ. ഇത് വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ് കേട്ടോ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. ഏറ്റവും എളുപ്പമുള്ള ഒരു ചാപ്റ്റർ. ഇവിടെ നമ്മുടെ യൂജിന്റെ ശമ്പളം അല്ലെ? യൂജിന്റെ സാലറി എന്ന് വെച്ചാൽ 64,000 രൂപയാണ്. അവൻ സേവ് ചെയ്യുന്നത് 15%. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ശതമാനം എന്ന് കാണുമ്പോഴേ തന്നിരിക്കുന്ന എമൗണ്ടിന്റെ എന്ത് ചെയ്യണം? 100 വെച്ച് ഡിവൈഡ് ചെയ്യുക. 64,000 × 15/100 എത്ര വന്നു? 9,600 ആണ് എന്താ അവന് മിച്ചം വന്നത്.
മീൻസ് സേവിങ്സ് മിച്ചം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അതായത് അവന് കിട്ടുന്ന ശമ്പളത്തിൻ്റെ 15% അവൻ മിച്ചം വെക്കുന്ന എത്ര രൂപയാണെന്നാണ് ചോദിച്ചത് കേട്ടോ. സേവ് ചെയ്യുന്നത് എത്ര രൂപയാണെന്നാണ് ചോദിച്ചത്. 64,000-ന്റെ 15% എന്ന് വെച്ചാൽ 9,600 ആണ്. അപ്പോൾ അവൻ ഓരോ മാസവും എത്ര, എന്താ 9,600, 9,600 രൂപ അവൻ എല്ലാ മാസവും സേവ് ചെയ്ത് വെക്കുന്നുണ്ട് അല്ലേ. പിന്നെന്തോ വേണം അല്ലേ കുഞ്ഞുങ്ങളെ. ഓക്കെ, എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായേ? കാരണം മിച്ചം വെക്കുന്ന എത്ര രൂപയാണെന്ന് മാത്രമേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ, അത് മാത്രം എഴുതിയാൽ മതി. സേവിങ് ഓഫ് ദിസ് മന്ത്, മിച്ചം വെച്ച തുക കണ്ടല്ലോ, യൂജിൻ്റെ. ഓക്കെ കുഞ്ഞുങ്ങളെ, അടുത്ത ടെലിവിഷൻ്റെ അല്ലേ. ടെലിവിഷൻ ഉണ്ടാക്കുന്ന ഒരു കമ്പനി അടുത്ത മാസം മുതൽ 5% വില കുറയ്ക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ 45,000 രൂപ വിലയുള്ളൊരു ടെലിവിഷന് അടുത്ത മാസം എന്ത് വിലയായിരിക്കും? അത് കൊള്ളാം അല്ലേ, ഒരു വെറൈറ്റി ചോദ്യമല്ലേ. ടെലിവിഷൻ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് നിങ്ങളെ, TV മാനുഫാക്ചറർ ഡിസൈഡ് ടു റെഡ്യൂസ് ദ പ്രൈസ് ബൈ 5% ഫ്രം ദ നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം മുതലാണ് കേട്ടോ, അടുത്ത മാസം മുതലാണ് 5%. ഇപ്പം ഈ മാസം എന്താ യഥാർത്ഥ വിലയാണ്, അടുത്ത മാസം മുതൽ 5% മുതൽ വില കുറയ്ക്കാൻ തീരുമാനിച്ചു. വാട്ട് വിൽ ബി ദ പ്രൈസ് നെക്സ്റ്റ് മന്ത് TV? 45,000 രൂപ വിലയുള്ളൊരു TVക്ക് അടുത്ത മാസം എത്ര രൂപയായിരിക്കും എന്ന്. അപ്പം കോസ്റ്റ് ഓഫ് TVയുടെ വില നമുക്കറിയാം 45,000 ആണ്. റെഡ്യൂസ് എന്ന് വെച്ചാൽ കുറഞ്ഞ വില എന്നല്ലേ, കുറഞ്ഞ വില എന്നല്ലേ, 5% അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 45,000-ന്റെ 5% എത്ര ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. മേളിൽ 2 0 ഉണ്ട്, താഴെ 2 0 പോയാൽ ബാക്കി എടുത്ത് എഴുതാം. 450 × 5, 450 × 5 എത്ര കുഞ്ഞുങ്ങളെ? 2,250 രൂപയാണ്. 2,250 രൂപ കേട്ടോ. 45 × 5 225, പിന്നെ ഈ 0 കൂടി ഇട്ടാൽ മതി കേട്ടോ. ഈ 0-ന്റെ എളുപ്പം കുഞ്ഞുങ്ങളെ, 0 എപ്പോൾ വന്നാലും നിങ്ങൾ ആലോചിച്ചാൽ മതി, എളുപ്പം ചെയ്യാൻ പറ്റുമെന്ന് കേട്ടോ. അപ്പോൾ 2,250 രൂപ എന്താണ് അവിടെ അടുത്ത മാസം റെഡ്യൂസ് ചെയ്ത വിലയാ. യഥാർത്ഥ വില എത്ര കുഞ്ഞുങ്ങളെ? എത്രയായിരുന്നു? 45,000 രൂപ അല്ലേ. യഥാർത്ഥ TVയുടെ വില 45,000 രൂപയാണ്. അതിൽ നിന്നും എത്ര? 2,250 രൂപ അടുത്ത മാസം കുറയ്ക്കുന്നുണ്ട്. അപ്പം 42,750 രൂപ ആ TVക്ക് കൊടുത്താൽ മതി. അപ്പം നമുക്ക് അടുത്ത മാസം പോയി മേടിക്കാം അല്ലേ. ഈ മാസം എന്തായാലും വിലയില്ലയോ, അടുത്ത മാസം മേടിക്കാം കേട്ടോ കുഞ്ഞുങ്ങളെ. ഓക്കെ ആണോ? TVയുടെ വില 45,000 രൂപയാണ്. അടുത്ത മാസം 5% നിങ്ങൾക്ക് കുറച്ച് തരാം. നിങ്ങൾ ഈ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ അങ്ങ് മനസ്സിലാക്കണം, 5% നിങ്ങൾക്ക് അടുത്ത മാസം കുറച്ച് തരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യണം? ഈ കണക്കിൻ്റെ പ്രത്യേകതയിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തോ മനസ്സിലായി? ഏത് ശതമാനം തന്നാലും തന്നിരിക്കുന്ന എമൗണ്ടിനെ ആദ്യമേ ശതമാനം കാണുക. കണ്ടതിന് ശേഷം നിങ്ങളോട് എന്താണോ പറയുന്നത് അത് ചെയ്യുക. ഇവിടെ എന്താണ്? ടെലിവിഷന് അടുത്ത മാസം എന്ത് വിലയാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ വിലയിൽ നിന്നും 2,250 രൂപ കുറയും അല്ലേ. അതൊന്ന് ആലോചിച്ചാൽ മതി. 42,750 രൂപയാ കേട്ടോ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അതിൻ്റെ ഒരു കണക്കൂടുണ്ട്, നമുക്ക് ചെയ്യാം. കാർ നിർമ്മിക്കുന്ന ഒരു കമ്പനി, നോക്കണേ കുഞ്ഞുങ്ങളെ, കാർ നിർമ്മിക്കുന്ന ഒരു കമ്പനി അടുത്ത മാസം മുതൽ 2% വില കൂടാൻ തീരുമാനിച്ചു. ഇപ്പോൾ 5,60,000 രൂപ വിലയുള്ള കാറിന് അടുത്ത മാസം എന്ത് വിലയാകുമെന്നാ. എ കാർ മാനുഫാക്ചറർ ഡിസൈഡഡ് ടു ഇൻക്രീസ് ദ പ്രൈസ് ബൈ, ഇൻക്രീസും ഡിക്രീസും ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കണേ കേട്ടോ. വില കൂടുക എന്നാ, ഇൻക്രീസ് കൂടുക, ഡിക്രീസ് കുറയുക കേട്ടോ. ഇൻക്രീസ് ദ പ്രൈസ് ബൈ 2% ഫ്രം ദ നെക്സ്റ്റ് മന്ത്. വാട്ട് വിൽ ബി ദ പ്രൈസ് നെക്സ്റ്റ് മന്ത് ഓഫ് എ കാർ വിച്ച് കോസ്റ്റ് 5,60,000 rupees നൗ? ഇതാണ് നമ്മുടെ ചോദ്യം. മനസ്സിലാക്കണേ. കാർ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. അവരടുത്ത മാസം, ഈ മാസം അതിന്റെ പ്രിന്റഡ് വില തന്നെ കൊടുക്കുക. അടുത്ത മാസം മുതൽ 2% മുതൽ ഞങ്ങൾ വില കൂട്ടാൻ പോവുകയാണ് കേട്ടോ. അപ്പൊ ഇപ്പോഴത്തെ വില എന്താവും നിങ്ങളെ? കോസ്റ്റ് ഓഫ് കാറിന്റെ വില 5,60,000 രൂപ. ഇൻക്രീസ് ദ പ്രൈസ് എത്ര കൂടുമെന്നാ പറഞ്ഞ്? 2% കൂടും. അപ്പൊ അത് എത്ര രൂപയാണ് നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കണം. 2%. 5,60,000-ന്റെ 2% എന്താ? 0 ഉണ്ടെങ്കിൽ വെട്ടിക്കളയുക. ബാക്കി ഏതാ? 5,600 ഇൻറ്റു 2. അപ്പം എത്ര? 11,200 രൂപയും കൂടെ അടുത്ത മാസം മുതൽ നമ്മൾ കൊടുക്കണം കേട്ടോ. അടുത്ത മാസം മുതൽ 2% കൂടുകയാണ്. അടുത്ത 2 മാസം കൂടുകയാണ് കേട്ടോ. ചോദ്യം കേട്ടിട്ട് വേണേൽ ഇൻക്രീസ് ആണ്. അപ്പം 11,200 രൂപയും കൂടെ അടുത്ത മാസം മുതൽ കൂടുക. TVയുടെ യഥാർത്ഥ വില എത്ര ആയിരുന്നു? 5,60,000 രൂപയുടെ TVക്ക് 11,200 രൂപയും കൂടെ കൂടുമ്പം 5,71,200 രൂപ വേണം നമ്മൾ കാറിൻ്റെ കൊടുക്കാൻ. ഇതുവരെ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടാവും ഞങ്ങളെ? ഇനി സംശയം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ പറ കേട്ടോ. ഏതെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കിടാം കേട്ടോ. ഇത്രയും ഡൗട്ട് ഉണ്ടോ? ഇനി നമുക്ക് അടുത്ത ചെയ്യാം.
അടുത്ത എക്സർസൈസ് നോക്കൂ നിങ്ങളെ, പേജ് നമ്പർ 110 ആണ്. ഇത് നമ്മൾ എഴുതിയാണ്. ശ്രീന അല്ലെ, പുസ്തകോത്സവത്തിന് വാങ്ങുന്ന പുസ്തകങ്ങൾക്കെല്ലാം 15% വിലക്കുറവുണ്ട്. ശ്രീനയും കൂട്ടുകാരും വാങ്ങിയ പുസ്തകത്തിന്റെ വില നോക്കൂ എന്നാണ്. നോക്കൂ നിങ്ങളെ, ശ്രീന പേര് നോക്കി, അതും വെറൈറ്റി പേരാണ്. ശ്രീന എത്ര രൂപയാണ് ബുക്കിന്? 540 രൂപ, ഡിസ്കൗണ്ട് 15%. ഇവിടുന്ന് ഈ പുസ്തകമേളയിൽ നിന്ന് എന്ത് വാങ്ങിച്ചാലും 15% ഡിസ്കൗണ്ട് അല്ലെങ്കിൽ വിലക്കുറവ് എന്ന് പറയുന്നത് കേട്ടോ. വിലക്കുറവ് അല്ലെ വിലക്കിഴിവ് കേട്ടോ. വിലക്കിഴിവെന്നോ വിലക്കുറവെന്നോ പറയാം കുഞ്ഞുങ്ങളെ. അപ്പം നമുക്ക് സ്റ്റെപ്പ് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? പ്രൈസ് ഓഫ് ശ്രീനാസ് ബുക്ക്. ശ്രീനാസിന്റെ ബുക്കിന്റെ വില എന്ന് പറയുന്നത് 540 ആണ്. ഇത് ഈ മലയാളം ഇംഗ്ലീഷും കൂടെ എഴുതിയതുകൊണ്ടാണ് ഒരുപാടായിട്ട് തോന്നുന്നത്. നിങ്ങൾ അവനവൻ്റെ എഴുതിയെടുത്താൽ മതി കേട്ടോ. ഒരുപാട് അരോചകമായിട്ട് അവിടെ ഇവിടെയൊക്കെ ചെയ്തിട്ടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാനിത് ഒന്ന് നിങ്ങളെ എല്ലാം ചെയ്ത് കാണിച്ചതാണ്. അതായത് പാർട്ട് 3 എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അതുകൊണ്ടാണ് ഇതൊന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. അതാണ് ഈ 2 സ്റ്റെപ്പൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നോക്കൂ നിങ്ങളെ, പ്രൈസ് ഓഫ് ശ്രീനാസ് ബുക്ക് 540 രൂപയാണ്. അതായത് ശ്രീന വാങ്ങിയ ബുക്കിന്റെ വില 540 ആണ്, ഡിസ്കൗണ്ട് 15. നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ചെയ്യാൻ എളുപ്പത്തിന് എന്താ കുഞ്ഞുങ്ങളെ? 540 × 15/100. ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി ചെയ്ത് കാണിക്കാം. ഇവിടെ നോക്കൂ കുഞ്ഞുങ്ങളെ, 540 രൂപയാണ് നമ്മുടെ ശ്രീനയുടെ ബുക്ക് കേട്ടോ. എത്ര ശതമാനമാണ്? 15%. എന്ന് കേട്ട് കഴിഞ്ഞാൽ 100 ആണ്. ഇത് ഇത്രയും ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് ഒരു പൂജ്യവും വെട്ടിപ്പോയി കേട്ടോ. ചെയ്യാൻ എളുപ്പ വഴിയാണ് ഞാനീ പറയുന്നത്. ഇങ്ങനെ വെട്ടി ചെയ്യാമെങ്കിൽ എളുപ്പം ചെയ്യാം. ഇവിടെ നോക്കിയേ, ഇനി നമുക്ക് എന്താ, നിങ്ങൾ വേണമെങ്കിലോ ഇങ്ങനെ തന്നെ അങ്ങ് എഴുതിക്കോ കുഞ്ഞുങ്ങളെ. അപ്പോൾ ആ ഡൗട്ട് ഇനി എന്ന് വെച്ചാൽ എന്തൊക്കെ വെട്ടാനുണ്ട് കണ്ടോ. ഇത്രയും നമുക്കിനി വെട്ടാനുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞു, ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി മുകളിലും താഴെയും നമുക്ക് എളുപ്പം വെട്ടാം. ഇവിടെ നോക്കിയേ, 15ഉം 10ഉം ഏതിൻ്റെ ടേബിളിൽ വരും? 5ൻ്റെ. മുമ്പേ ഞാൻ പറഞ്ഞില്ലേ, ഇതെത്ര? 3 × 5 15 ആണ്, 2 × 5 10 ആണ്. അപ്പോഴും ഇനി എന്തൊക്കെയുണ്ടോ നോക്കിയേ, 54 × ഇതൊന്നുകൂടെ എഴുതിയെന്ന് വിചാരിച്ചൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. കാരണം ഈ വെട്ടിക്കഴിഞ്ഞിട്ട് ഏതൊക്കെയാ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്. ഇങ്ങനെയൊക്കെ എഴുതി ചെയ്യാൻ കുഞ്ഞുങ്ങൾ, അതിനൊന്നും ഒരു ഇതുമില്ല കേട്ടോ. നോക്കിയേ, 54 × 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 162 ആണ്. സംശയം ഉണ്ടെങ്കിൽ ചെയ്തോ. 4 3 12, ശിഷ്ട 1, 5 3 15, 1 16 /2. 162നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 81 ആണ് വരുന്നത്. ഈ 81 എന്ന് പറഞ്ഞ എന്താ? നമുക്ക് ആദ്യം കിട്ടുന്ന എന്താ? പലിശയാണ് അല്ലേ. അവിടുത്തെ ഡിസ്കൗണ്ട്, പലിശയല്ല സോറി, ഡിസ്കൗണ്ട് ആണ് കേട്ടോ. ഡിസ്കൗണ്ട് വിലക്കുറവ് 81 രൂപ. അതായത് 540 രൂപയുടെ ഒരു ബുക്കിന് അല്ലേ എന്താ 81 രൂപ കുറച്ച് കൊടുത്താൽ മതി. 540 നിന്ന് 81 പോയാൽ ഞാൻ ഇവിടെ ചെയ്തിട്ടിട്ടുണ്ട് അല്ലേ. എന്താ നമ്മുടെ ശ്രീന അപ്പം എത്ര രൂപ ശ്രീന കൊടുക്കണം, പേ ചെയ്യണം? ശ്രീന പേ ചെയ്യേണ്ടത് 540 നിന്നും 81 കുറച്ച് കഴിഞ്ഞാൽ 459 ആവും നിങ്ങളെ വരുന്നത് കേട്ടോ. കുറയ്ക്കാനൊക്കെ അറിയാവേ. 0ൽ നിന്ന് ഇങ്ങോട്ട് കടമെടുത്തു കേട്ടോ. 10, 10ൽ നിന്ന് 1 പോയ 9, പിന്നെ ഇവിടെ 3 ഉള്ളൂ. ഇവിടുന്ന് കടമെടുത്ത് 13, 13ൽ നിന്ന് 8 പോയാൽ 13ൽ നിന്ന് 8 പോയാൽ 9 10 12 വന്നിട്ട് 13 5 ഓക്കെ 489 രൂപ 459 രൂപ കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ 2 രീതി നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞതിൽ. അത് പോട്ടെ നിങ്ങൾ, അത് പാടാന്നുണ്ടെങ്കിൽ ഈ കണക്കിനാണ്, ഈ ടെസ്സിയുടെ കണക്കിനാണ് എല്ലാവർക്കും ഡൗട്ട് ചോദിച്ചത്. നമുക്കത് നോക്കാം. നോക്കിയേ, പ്രൈസ് ഓഫ് ടെസ്സിയുടെ ബുക്ക് രണ്ടാമത്തെയാണ്. ടെസ്സി, പ്രൈസ് ഓഫ് ടെസ്സി, TESSY, ടെസ്സി. ടെസ്സിയുടെ ബുക്കിൻ്റെ വില എന്ന് പറയുന്നത്, ടെസ്സിയുടെ ബുക്കിൻ്റെ വില 375 ആണ്. 375. ഡിസ്കൗണ്ട് അല്ലേ, വിലക്കിഴിവ് അല്ലെ വിലക്കുറവ്, ഡിസ്കൗണ്ട് വിലക്കിഴിവ് 15% ആണ്. ഇതാണ് നമ്മുടെ ചോദ്യം അല്ലേ. അപ്പം നമുക്ക് ആ ശതമാനം എന്ന് വരുമ്പോഴേ നമുക്കറിയാം 375നെ 15/100 വെച്ച് ചെയ്യാം കേട്ടോ. 15/100. നമുക്ക് മുകളിലും താഴെയും വെട്ടാൻ 0 വല്ലതും ഉണ്ടോ? താഴെ മാത്രമേ ഉള്ളൂ ഇല്ലേ നിങ്ങൾ? അവിടെയാണ് നമ്മൾ ഡൗട്ട് വരുന്നത് അല്ലേ. അവിടെ അത് നിങ്ങൾ നോക്കിയാൽ മതി. ഈ നോക്കിയ 5ഉം 0ഉം ആ ക്ലൂ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. 5ഉം 0ഉം ലാസ്റ്റിൽ വരുന്ന സംഖ്യയാണെങ്കിൽ നമുക്ക് 5 കൊണ്ട് വെട്ടി ചെയ്യാം. ആ ഒരു ക്ലൂ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ കേട്ടോ. നിങ്ങൾ 6ാം ക്ലാസ് ആവും. നിങ്ങളെ എളുപ്പമുള്ളതാണ്. ഞാൻ ഈ 2ൻ്റെയും 5ൻ്റെയും 10ൻ്റെയും ഒക്കെ ഞാൻ പറയുന്നുള്ളൂ വെട്ടി ചെയ്യാൻ കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഇതിൻ്റെ ലാസ്റ്റ് നമ്പർ 5ഓ 0ഓ ആണെങ്കിൽ നമുക്ക് മേളിലും താഴെയും കിടക്കുന്ന വെട്ടാം. നോക്കൂ നിങ്ങളെ, 5ൻ്റെ ടേബിൾ വന്നാൽ 3 5 15 ആണ്. 20 5 100 ആണ് കേട്ടോ. അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. അപ്പോൾ നമുക്കിനി വെട്ടിക്കഴിഞ്ഞിട്ട് 375 × 3/20 കണ്ടോ. മനസ്സിലായോ? അത്രയും ഓക്കെ ആണോ?
375 ഇൻറ്റു 3/20. 375നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് 20 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതല്ലെങ്കിൽ 375 നോക്കിയാൽ ഇവിടെ 5ഉം ഇവിടെ 0 വന്നാൽ നമ്മൾ പറഞ്ഞു മുകളിൽ കിടക്കുന്നതിനെ താഴെ കിടക്കുന്നത് വെട്ടിക്കളയാൻ പറ്റും എന്ന് പറഞ്ഞു. അതിനി എങ്ങനെയാണെന്ന് സംശയം ഉണ്ടെങ്കിൽ 370 ഇങ്ങോട്ട് മാറ്റിയിട്ടിട്ട് 375നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി കുഞ്ഞുങ്ങളെ കേട്ടോ. ഇതൊക്കെ ഒരു എളുപ്പ വഴി പറഞ്ഞ് 5ൻ്റെ ആകുമ്പോൾ നമുക്ക് അറിയാമല്ലോ, 5ൻ്റെയും 2ൻ്റെയും ടേബിളൊക്കെ നമുക്ക് അറിയാമല്ലോ അല്ലേ. ഇപ്പോൾ 6, 4, 9 ഒക്കെ ആണെങ്കിലായിരിക്കും ഇത് ഇല്ലയോ ഡൗട്ട്. അപ്പോൾ 5 എളുപ്പം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇതിപ്പോൾ ഫുള്ളായിട്ട് നിങ്ങൾ അങ്ങ് എടുത്തു തുടങ്ങും കേട്ടോ. ഇത് മുകളിൽ കിടക്കുന്നത്, ഇത് താഴത്തെ. അപ്പോൾ ഇവിടെ മുകളിൽ കിടക്കുന്ന സംഖ്യയെ താഴെ കിടക്കുന്ന സംഖ്യ കൊണ്ട് വെട്ടാൻ, ഇത് ഈ കണക്കൊരു ഡൗട്ട് ഞാൻ കണ്ടു കുഞ്ഞുങ്ങളെ. ടെസിയുടെ കണക്ക് ഒന്നുകൂടെ പറഞ്ഞു തരണേന്ന്, അതുകൊണ്ടാണ്. അപ്പം നോക്കൂ നിങ്ങളെ, ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞത്. മുകളിൽ കിടക്കുന്ന സംഖ്യയുടെ ലാസ്റ്റ് നമ്പർ 5, ഇതിൻ്റെ നോക്കിയേ 0. അപ്പോൾ 5ൻ്റെ ടേബിളിൽ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് എടുത്ത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നോക്കിയേ, 5ൻ്റെ ടേബിളിൽ ചെല്ലുമ്പോൾ 3 പറ്റത്തില്ല. അപ്പം 37 എടുക്കുക. എത്ര? 7 5 35 അല്ലേ. ബാലൻസ് 3 3 0, 7 5 പോലെ എത്ര നിങ്ങൾ 2 25 അല്ലേ. എത്ര? 5 5 25. അപ്പം എത്ര വന്നിവിടെ? ഇതിനെ വെട്ടിപ്പോയാൽ 75 വരും. 20 എത്ര കുഞ്ഞുങ്ങളെ? 4 5 20. അപ്പോൾ വെട്ടിയതിൻ്റെ ബാക്കി എന്തുണ്ട്? 75 ഇൻറ്റു 3/4 എന്ന് വന്നു. 75നെ 3 കൊണ്ട്, ഇനി കുഞ്ഞതായല്ലോ ചെറുതായല്ലോ, ഇനി നമുക്ക് ചെയ്യാമല്ലോ. 75നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 5 3 15, ശിഷ്ടം 1, 3 7 21 22. 225/4. 225നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ. ഈ കണക്കൊരിച്ചിരി ഇതാണ്, ഒന്ന് ഇതാക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ടെസിയുടെ ബുക്കിൻ്റെ വില 375 രൂപയാണ്. 15% ഡിസ്കൗണ്ട്. 15% എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ ഫസ്റ്റ് മുതലേ ഈ രീതി തന്നെയാണ് ചെയ്തത്. മുകളിലും താഴെയും 0 5 വന്നാൽ 5ൻ്റെ ടേബിൾ കൊണ്ട് വെട്ടിക്കളയാം. അപ്പോൾ ഇവിടെ 3 × 5 15 20 × 5 100. പിന്നെ നമ്മൾ വെട്ടിക്കളഞ്ഞത് 375 3 20, അതാണ് ഇവിടെ എഴുതിയത്. നമ്മൾ 5ഉം 0ഉം മുകളിലും താഴെയും വന്നാൽ 5 കൊണ്ട് വെട്ടാമെന്ന് പറഞ്ഞു. ഇനി അതല്ല കുഞ്ഞുങ്ങളെ, 375 ഇൻറ്റു 3/20 വെച്ച് നമുക്ക് ചെയ്യാം. 20 വെച്ച് ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് വെട്ടി ചെയ്യാൻ ഞാൻ കുറച്ചുകൂടെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് 75 3 4 വന്നു. 75 ഇൻറ്റു 3 225. ഈ 4നെ അതുപോലെ തന്നെ എഴുതുക. ഇപ്പം പിടികിട്ടിയോ? ഇനി 225നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര? 5 4 20 കേട്ടോ. 5 4 20. 22 20 പോയാൽ 2. എത്ര കുഞ്ഞുങ്ങളെ? ഇനിയും 5 4 20, 6 4 24. ബാലൻസ് 1 വന്നു. നോക്കി, റിമൈൻഡർ വരാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങളെ. നമുക്ക് റിമൈൻഡർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഒരു 10 ഇട്ട് 0 ഇട്ട് കൊടുക്കണം കേട്ടോ. അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. കാരണം റിമൈൻഡർ 1 വന്ന് ഇവിടെ കിടക്കുക, ശിഷ്ടം 1 വന്ന് കിടന്നുകൊണ്ട് പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് ഒരു 0 ഇട്ട് കൊടുത്തു. അപ്പോൾ എത്ര? 2 4 8 വന്നു. അപ്പോഴും നോക്കിയേ, പിന്നെയും 2 വന്നു. അപ്പം നമ്മൾ വീണ്ടും ഇനി മേളിൽ കുത്തിടേണ്ട കാര്യമില്ല കേട്ടോ. 20 എന്ന് വെച്ചാൽ എന്താ? 5 4 20. കണ്ടോ 0 വന്നല്ലോ. 0 വരുന്നിടം വരെ ചെയ്യുക കണ്ടോ. 0. അപ്പം നമുക്ക് എത്ര വന്നേ? 56.25. അതാണ് എന്നോടൊരു ചോദ്യം ചോദിച്ചത്, 56.25 എങ്ങനെ വന്നു എന്ന്. ഇപ്പോൾ ഡൗട്ട് മാറിയോ നിങ്ങളെ? ഇവിടെ വരെ എന്ന് വെച്ചാൽ ഇതിനെ ഒറ്റയടിക്ക് വേണേൽ ചെയ്യാം. നിങ്ങൾ 6ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. ചിലർക്ക് പറ്റും, ഇല്ലയെന്നല്ല, ചില കുട്ടികൾക്ക് കേട്ടോ ഒരു ഇച്ചിരി ഇത് പുറകോട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ഇത്രയും ലോവസ്റ്റിലോട്ട് കൊണ്ടുവന്നത്. ഇതാണോ ലോവസ്റ്റ് എന്നായിരിക്കും അല്ലേ? ഇതാണ് കുഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയും വന്നതിന് ശേഷം 225/4 എന്ന് പറയുന്നത് എത്ര? 56 രൂപ 25 പൈസയാണ് കുഞ്ഞുങ്ങളെ. അതിന് വേണ്ടി നമ്മൾ ഇത്രയും വന്നത് കേട്ടോ. 56 രൂപ 25 എന്താണ്? അവിടുത്തെ ഡിസ്കൗണ്ട് ആണ്. അപ്പം ഇതിൻ്റെ വില എത്ര? 375 രൂപയാണ് ഏതാ ബുക്കിൻ്റെ വില. അതിൽ നിന്ന് എത്ര കുറയ്ക്കണം? 56 രൂപ 25 പൈസ കുറയ്ക്കണം. ഈ പോയിന്റിൻ്റെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതാണ് ഡെസിമലിൻ്റെ കണക്ക്. ഡെസിമൽ വരുമ്പോൾ എന്തോ ഈ നമ്മുടെ നോക്കി ഇവിടെ ഡെസിമൽ വന്ന കണ്ടോ, പോയിന്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ മേളിൽ പോയിന്റ് ഇട്ട് എഴുതണം കേട്ടോ. 375നെ എന്ത് ചെയ്യണം? 56 കൊണ്ട് കുറയ്ക്കണം കേട്ടോ. ഇവിടെ നോക്കുന്ന മുമ്പ് നമ്മൾ പറഞ്ഞു 0ൽ നിന്ന് 5 കുറയ്ക്കാൻ പറ്റത്തില്ല. തൊട്ടിപ്പുറത്ത് നോക്കിയപ്പോൾ അവിടെയും 0. അപ്പോൾ ഇവരെ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് അങ്ങ് എടുത്തു. ഇത് 49ഉം ഇത് 10ഉമായി. അതൊക്കെ അറിയാമല്ലോ.
പൂജ്യത്തിൽ നിന്ന് 5 എടുക്കാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങളെ. അപ്പോൾ തൊട്ടിപ്പുറത്ത് നോക്കിയപ്പോൾ അവിടെയും പൂജ്യമോ, അപ്പോൾ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന 5 കൂടെ എടുത്തപ്പോൾ 50 കേട്ടോ. 50-ൽ നിന്നും 1 ഇങ്ങോട്ട് കടമെടുത്തേ. 50-ൽ നിന്ന് 1 പോയാൽ ബാക്കി 49. അപ്പോൾ 5, 9-ൽ നിന്ന് 2 പോയാൽ 7, 4-ൽ നിന്ന് 6 പോകത്തില്ല. അപ്പോൾ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന 1-ൽ നിന്ന് കടമെടുത്തു. 14, എത്ര 8, പിന്നെ 6-ൽ നിന്ന് 5 പോയ 1, 3, 318 രൂപ 75 പൈസ കൊടുക്കണം. ആരുടെയാ? നമ്മുടെ ടെസിയുടെ ബുക്കിന്. ഈ കണക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് വന്നുകൊണ്ടാവും നിങ്ങളെ ഒരു ഇച്ചിരി സമയം തോനെ എടുത്ത് ചെയ്തത് കേട്ടോ. ഓക്കെ ആണോ? ഇനി അടുത്തത് നമ്മളറിയാം, ടെസി കഴിഞ്ഞിട്ട് ആരാവും നിങ്ങളെ? നാസറിൻ്റെ അല്ലേ? നോക്കിയേ, നാസറിൻ്റെ ബുക്ക് 630 രൂപയുടെ ബുക്കാവും നിങ്ങളെ. 15% വിലക്കുറവിൽ കേട്ടോ. 15% അവിടെ വിലക്കുറവ്. അപ്പം നമ്മൾ എഴുതണം 630 അല്ലേ? 630 എന്ന് പറയുന്നതിനെ ഇവിടെ ഞാൻ 2 മെത്തേഡിലും നിങ്ങളെ ചെയ്തു തന്നായിരുന്നു അല്ലേ? നമുക്ക് ചെയ്യാം. 630 രൂപയുടെ ബുക്കാണ്. എത്ര ശതമാനമോ? 15%. 15/100 കണ്ടോ? ഇപ്പം മേലിൽ ഒരു 0, താഴെ ഒരു 0. പിന്നെ ഇവിടെ നമുക്ക് എന്തുണ്ട്? 63 × 15/10. ചെയ്യാൻ എളുപ്പത്തിന് ഞാൻ പറഞ്ഞു 15. ഇത് അറിയാവും നിങ്ങളെ, നാസറിൻ്റെ ആണ് കേട്ടോ. നമ്മളിത് ചെയ്തതാ, എന്നാലും ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ എന്താ നോക്കിക്കേ. 15 × 10 നമുക്കറിയാം. 3, 5, 15, 2, 5. ഈ ഒരു എക്സസൈസ് ഫുൾ ഇങ്ങനെ വെട്ടി ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പം നോക്കിക്കേ, 63 × 3/2. 63 × 3 എത്ര ആവും നിങ്ങളെ? 63 × 3, 3, 9, 6, 3, 18. 189/2. 189-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നോക്കിയോ നിങ്ങൾ, 189/2. ഈ 189/2 കേട്ടോ. 2, 9, 18. പിന്നെ ഇവിടെ 9, 2, 4, 8. ശിഷ്ടം 1. മുമ്പ് നമ്മൾ പറഞ്ഞു ശിഷ്ടം വന്നു കഴിഞ്ഞാൽ പോയിന്റ് അല്ലേ? എന്താ 0 ഇട്ട് കൊടുത്തു. എത്ര? 5, 2, 10. അപ്പോൾ എത്ര? 94.5 ആണ് അവിടുത്തെ ഡിസ്കൗണ്ട്. ഇനി ഡിസ്കൗണ്ട് വന്നത് മാത്രമാണോ? അതിൻ്റെ യഥാർത്ഥ വില എത്രയാണ്? 630 രൂപ വിലയുള്ള ഒരെണ്ണത്തിന് 94 രൂപ 5 പൈസ അല്ലെ 50 പൈസ ഡിസ്കൗണ്ട്. 5-9 ഒക്കെ പറയാം കേട്ടോ. 5.5 കേട്ടോ പോയിന്റ്. അപ്പം നോക്കിയേ, നമ്മളെങ്ങനെ കുറയ്ക്കും? മുമ്പ് പറഞ്ഞതാ, 0-ൽ നിന്ന് 5 പോവുമോ? 0-ൽ നിന്ന് 5 പോവോ നിങ്ങളെ? ഇല്ല അല്ലേ? അപ്പോൾ ഇവിടുന്ന് കടമെടുത്തു. ഇപ്പുറവും 0. അപ്പോൾ ഈ 30 എന്നുള്ളത് എന്താവും? 29 ആവും കേട്ടോ. 10-ൽ നിന്ന് 5 പോയാൽ 5. 9-ൽ നിന്ന് 4 പോയാൽ 5. 2-ൽ നിന്ന് 9 പോകത്തില്ല. ഇവിടുന്ന് കടമെടുത്തു. 12. 12-ൽ നിന്ന് 9 പോയാൽ 3. പിന്നെ ഇവിടെ 5. 535 രൂപ 5 പൈസ അല്ലെ 50 പൈസ. ഇങ്ങോട്ട് എഴുതിയാലും കുഴപ്പമില്ല, 50 പൈസയാണ് കേട്ടോ. ഇതിനെ വേറെ രീതിയിൽ നമുക്ക് ചെയ്യാം. ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയട്ടെ കുഞ്ഞുങ്ങളെ, കുറച്ചുകൂടെ എളുപ്പ വഴി. നിങ്ങൾ അത്രയും വെട്ടി നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാണെങ്കിലേ നമ്മുടെ ചോദ്യം 630 രൂപയാണ് കേട്ടോ. കുറച്ചുകൂടെ എളുപ്പ വഴിയാണ്. അതായത് നമ്മുടെ നാസറിൻ്റെ ബുക്കിന് 630 രൂപയാണ്. 15% ഇവിടുത്തെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞത്. ഈ 630-നകത്തിൽ എത്ര 100 ഉണ്ടോ നിങ്ങളെ? അതായത് 6 100-ഉം 30 10 3 10 അല്ലേ? 6 100-ഉം 600 + 30 630. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം മനസ്സിലാവുന്നത് ആ രീതി ചെയ്താൽ മതി കേട്ടോ. 600 + 30. എന്നിട്ട് എന്ത് ചെയ്യണം? 600 എന്ന് പറയുന്നതിന് എത്ര 100 ഉണ്ട് കണ്ടോ? അത് നമ്മൾ ഓർമ്മയുണ്ടോ ഇങ്ങനെ ചെയ്തത്? 600-നകത്തിൽ എത്ര 100 ഉണ്ട്? 600. ആ 100-നെ അങ്ങ് മാറ്റണം. അപ്പോൾ എത്ര? 6 വരും. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ പെർസെൻറ്റേജ് ഇട്ട് ചെയ്യണം. 6 × 15 + 30. പൈസയെ അതുപോലെ തന്നെ എഴുതുക. 30 അതുപോലെ തന്നെ എഴുതുക കേട്ടോ. ഈ 30-നെ × 15. നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ചെയ്താൽ അങ്ങനെ കിട്ടും കേട്ടോ. മനസ്സിലായോ? 630 അല്ലേ? 630 രൂപയുടെ സാധനത്തിന് 600 + 30. ഈ 600 എന്ന് വെച്ചാൽ 6 രൂപ 30 പൈസയാണ്. 630 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ രൂപയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം 2 സ്ഥാനം മാറ്റുമ്പം എന്താ? ഇത് റുപ്പീസും ഇത് പൈസയാക്കി ഇടുക കേട്ടോ. ഇത് 630 എന്ന് പറയുന്നത് 6-ന് അതായത് 2 സ്ഥാനം മാറ്റിക്കഴിഞ്ഞാൽ ഇത് റുപ്പീസും ഇത് പൈസയും. അതായത് 6 × 15 30 × 15. 15 എത്ര ആവും നിങ്ങളെ? 90 പ്ലസ് 30 × 15 450. ഈ 450 എന്ന് പറയുന്നതിനെ എന്താക്കാം? ഇത് 450 എന്ന് പറഞ്ഞ പൈസയല്ലേ? നമ്മൾ ഫസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ.
ഫസ്റ്റ് റുപ്പീസും ഇത് പൈസയാണ്. അതായത് 630-ൻ്റെ ലാസ്റ്റിലത്തെ 2 എണ്ണം അങ്ങ് പോകുന്നത് അത് പൈസയും ഇത് റുപ്പീസുമായിട്ട് എടുക്കുക കേട്ടോ. അപ്പം എന്താ 450 എന്ന് പറയുന്നത് പൈസ. എത്ര പൈസയാ? 2 സ്ഥാനം പോയാൽ 4 രൂപ 50 പൈസയാണ് കേട്ടോ. മനസ്സിലായോ? 4 രൂപ 50 പൈസ. അപ്പം നമുക്ക് 90 പ്ലസ് 4 രൂപ 50 പൈസ എത്ര? 94 രൂപ 50 പൈസ. മുമ്പേ നമുക്ക് ഇത് തന്നെ അല്ലേ കിട്ടിയേ. നിങ്ങൾക്ക് ഇങ്ങനെ വേണേൽ എനിക്കൊന്ന് കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്നല്ലേ. നാസറിൻ്റെ ഇനി ഒരാളൂടെ ഉണ്ടാരാണ്? ജേക്കബ്. നിങ്ങൾക്ക് ഏതാണോ മനസ്സിലാവുന്നത് ആ രീതി ചെയ്യുക കേട്ടോ. നോക്കൂ നിങ്ങളെ, ഇനി ജേക്കബിൻ്റെ ഒരു ചോദ്യമുണ്ട്. ജേക്കബ് അല്ലേ, 432 രൂപയുടെ ഒരു ബുക്കാണ്. അവിടെ നമ്മൾ എത്ര? 15% ഡിസ്കൗണ്ട്. അപ്പം നമുക്ക് ഈ 400 കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടി എങ്ങനെ ചെയ്തേട്ടോ. 432-നകത്തിൽ നോക്കിയേ 400 കൊണ്ട് ബാക്കി എന്താ ഇങ്ങനെ എഴുതാം അല്ലേ. 400-ഉം 400 പ്ലസ് 32 വേണമെങ്കിൽ എഴുതാം അല്ലേ. 400 ഇത് റുപ്പീസും ഇത് പൈസയായിട്ടും എടുക്കുക. ഇത് റുപ്പീസും ഇത് പൈസയും കേട്ടോ. ഇത് റുപ്പീസാണെങ്കിൽ നിങ്ങളെ ഇത് പൈസയാണ്. അപ്പം 400 എന്നുള്ളതിനെ നമ്മൾ എന്താ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്യുക. 4 ഇൻറ്റു തന്നിരിക്കുന്ന 15 പ്ലസ് ഈ 32-നെ അതുപോലെ തന്നെ അങ്ങ് എഴുതുക കേട്ടോ. അതിന് ഒരു മാറ്റവും ഇല്ല. 15 4 എത്ര ആവും നിങ്ങളെ? 60 പ്ലസ് 32 ഇൻറ്റു 15 480. ഈ രണ്ടാമത് വരുന്നത് എപ്പോഴും പൈസയാണ്, ഇതെപ്പോഴും റുപ്പീസാണ് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. അപ്പം 60 പ്ലസ് ഇത് പൈസയെ റുപ്പീസാക്കാൻ 4.8. 2 സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി കേട്ടോ. എന്ന് വെച്ചാൽ 1 രൂപ എന്ന് വെച്ചാൽ 100 പൈസയാണ് കേട്ടോ. അപ്പം 400 പൈസ എന്ന് വെച്ചാൽ 4 രൂപ. 480 പൈസ എന്ന് വെച്ചാൽ 4 രൂപ 80 പൈസ. അപ്പം 64 6 അത് എഴുതി അല്ലേ. 0.80 വെച്ചാൽ 64 രൂപ 80 പൈസ എന്താ ഡിസ്കൗണ്ട്. ഇനി 64 രൂപ 80 പൈസ എന്ത് ചെയ്യണം? നമ്മുടെ 432 രൂപയായിരുന്നു ബുക്കിൻ്റെ വില. പോയിന്റ് വരുന്നതൊന്ന് മനസ്സിലാക്കണേ കേട്ടോ. ആ 432-ൽ നിന്ന് 64 രൂപ 80 പൈസ കുറയ്ക്കണം. 0 ഇവിടുന്ന് കടമെടുത്ത് 10 2 പിന്നെ ഇവിടെ 1 ഉള്ളൂ. ഇവിടുന്ന് കടമെടുത്ത് 11 7 2 എടുക്കാൻ പറ്റത്തില്ല. ഇങ്ങോട്ട് കടമെടുത്ത് ഊപ്പാട് വരും അല്ലേ. 12 6 പിന്നെ ഇവിടെ 3 367 രൂപ 20 പൈസ കൊടുത്താൽ മതി. ഇതൊരു എളുപ്പ വഴിയാണ്. നിങ്ങൾ ഈ മെത്തേഡ് എനിക്ക് ഒന്ന് യൂസ് ചെയ്താൽ കുറച്ചുകൂടി എളുപ്പമാണ്. ഇപ്പോൾ 625 ചോദിക്കുവാണെങ്കിൽ 6 തന്നിരിക്കുന്ന പെർസെൻറ്റേജിനെ ഇൻറ്റു ചെയ്യുക, 25 തന്നിരിക്കുന്ന പെർസെൻറ്റേജിനെ ഇൻറ്റു ചെയ്യുക. ഇത് എളുപ്പ വഴിയല്ലേ കുഞ്ഞുങ്ങളെ അല്ലേ. ഇപ്പോൾ 865 ചോദിക്കുവാണെങ്കിൽ ഇങ്ങനെ ആക്കുക. 8-നെ തന്നിരിക്കുന്ന പെർസെൻറ്റേജ് വെച്ച് ചെയ്യുക പ്ലസ് ബാക്കി 65-നെ തന്നിരിക്കുന്ന പെർസെൻറ്റേജ് വെച്ച് ചെയ്യുക. ഇങ്ങനെ ചെയ്യാമെങ്കിൽ നമുക്ക് എളുപ്പം കിട്ടും കേട്ടോ. നമുക്ക് അടുത്ത മെത്തേഡ് ചെയ്യാം. അതിൻ്റെ തൊട്ട് താഴെ തന്നെ അടുത്ത ചോദ്യം ചോദിച്ചല്ലോ. ഒരാൾ ബാങ്കിൽ നിന്നും 26,750 രൂപ കടമെടുത്തു. ഒരു വർഷത്തെ പലിശ 12%. ഒരു വർഷം കഴിയുമ്പോൾ എത്ര രൂപ തിരിച്ചടയ്ക്കണം? എ പേഴ്സൺ ബോറോവ്ഡ് 26,750 rupees ഫ്രം എ ബാങ്ക് വെയർ ദ ഇൻട്രസ്റ്റ് ഈസ് 12% ഈച്ച് ഇയർ. ഹൗ മച്ച് ഷുഡ് ഹി പേ ബാക്ക് ആഫ്റ്റർ 1 year? അപ്പം ഒരു ബാങ്കിൽ നിന്നും 26,750 രൂപയാണ് കടമെടുത്തേക്കുന്നത് കേട്ടോ. ബോറോവ്ഡ് മണി, കടമെടുത്ത പണം 26,050 രൂപ. അവിടുത്തെ ഇൻട്രസ്റ്റ് 12%. നോക്കണേ കുഞ്ഞുങ്ങളെ, ഇവിടെ നമുക്ക് നല്ലപോലെ നോക്കണേ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്തിൽ എത്ര എണ്ണം ഉണ്ട് എന്ന് മുമ്പ് നമ്മൾ വിളിച്ചു. ലാസ്റ്റിലത്തെ 2 എണ്ണത്തിനെ അങ്ങ് മാറ്റിയാൽ മതി. വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട കേട്ടോ. ഏതൊരു ഇത് തരുമ്പോഴും അതിൻ്റെ ലാസ്റ്റിലത്തെ 2 എണ്ണം എത്ര 100കൾ വരും കേട്ടോ. എത്ര 100കൾ, അതാണ് നമ്മുടെ ഇതിനകത്തിലെ കേട്ടോ. എത്ര 100 എത്ര 100 കുഞ്ഞുങ്ങളെ? 26,750-നകത്ത് എത്ര 100 ഉണ്ട്? 267. 100 267. ആ 2 സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി കേട്ടോ. 267 മുമ്പ് നമ്മൾ എഴുതിയ പോലെ എക്സ്പാൻഡഡ് ഫോം എന്ന് പറയും കേട്ടോ. 267 പ്ലസ് 50. 267 പ്ലസ് 50. അപ്പം നമ്മൾ ആ പറഞ്ഞ രീതി തന്നെ 267-നെ 12 കൊണ്ട് ചെയ്യുക, 50-നെ 12. മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ, ആ രീതി തന്നെ ചെയ്താൽ മതി. 267-നെ 12 കൊണ്ട് ചെയ്തപ്പം 3204. 50-നെ 12 കൊണ്ട് ചെയ്തപ്പം 600. 600 എന്ന് പറയുന്നത് ഫസ്റ്റിൽ തരുന്നത് റുപ്പീസും പിന്നെ തരുന്നത് പൈസയുമാണ് കേട്ടോ. കാരണം എന്താ, 26,750 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റിലത്തെ 2 എണ്ണം പൈസയിലും പോവും, ബാക്കി ഇത് റുപ്പീസിലുമാണ് കേട്ടോ. റുപ്പീസും പൈസയും. അപ്പം
600 പൈസ എന്ന് വെച്ചാൽ 6 രൂപയാണ്. 600 പൈസയാണ്. അതിനെ നമ്മൾ 6 രൂപയിലോട്ട് മാറ്റുമ്പം 3210 രൂപയാണ് അവിടുത്തെ ഇൻട്രസ്റ്റ് വരുന്നത്. 3204 6 കൂട്ടുമ്പം 3210 രൂപ ഇൻട്രസ്റ്റ് കേട്ടോ. ആ ഇൻട്രസ്റ്റ് മാത്രം അടച്ചാൽ മതിയോ? അല്ല, മുതലും പലിശയും കൂടി അടയ്ക്കണം കേട്ടോ. ഇത് പലിശയാണ്. ഒരു ബാങ്കിൽ നിന്ന് 26,700 രൂപ കടമെടുത്തു. അങ്ങനെ പറഞ്ഞു 12% ബാങ്ക് മാനേജർ പറഞ്ഞു 12% പലിശ അടയ്ക്കണം. അപ്പോൾ 12% അടയ്ക്കുമ്പോൾ പലിശ തന്നെ 3210 രൂപ പലിശ വരുന്നുണ്ട് കേട്ടോ. അപ്പം മുതലും പലിശയും കൂടെ 29,960 29,960 വരുന്നുണ്ട് കേട്ടോ. ഓക്കെ ആണല്ലോ. അത് എക്സസൈസ് ക്വസ്റ്റ്യൻ ആട്ടോ. അതിൻ്റെ ഒരെണ്ണവും കൂടെ ഉണ്ട് കുഞ്ഞുങ്ങളെ. ഒരു കമ്പനി ഒരു മാസത്തെ ശമ്പളത്തിൻ്റെ 8% ഉത്സവബത്തയായിട്ട് കൊടുത്തു. 46,375 രൂപ ശമ്പളമുള്ള ഒരാൾക്ക് എത്ര രൂപ ഉത്സവബത്ത? ഉത്സവബത്ത എന്ന് വെച്ചാൽ എന്താ? ബോണസ് കിട്ടുക എന്നൊക്കെ പറയത്തില്ലേ, ഓണത്തിന് ബോണസ് കിട്ടുക എന്ന്. അതാ, എ കമ്പനി gives 8% of 1 month salary as a bonus for ഓണം. How much does a man whose monthly salary is 46,375 rupees get as ബോണസ്? അപ്പോൾ ബോണസായിട്ട് എത്ര രൂപയാവും നിങ്ങളെ കിട്ടിയത്? 46,375 രൂപ ബോണസാണ് അല്ലേ. എത്ര രൂപയാണ് ഇത് ശമ്പളത്തിൻ്റെ ഉത്സവബത്തയായിട്ട് കൊടുക്കുന്നത്? 8%. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റിലത്തെ 2 ഡിജിറ്റ് മാറ്റുക. ലാസ്റ്റിലത്തെ 2 ഡിജിറ്റ്, എന്നിട്ട് ബാക്കിയുള്ളതിനെ ഈ 8 കൊണ്ട് ആദ്യത്തേത് റുപ്പീസായിട്ടും പിന്നത്തെ പൈസയായിട്ടും എടുക്കുക അല്ലേ. ഇത് റുപ്പീസും ഇത് പൈസയും. 463 × 8 75 × 8. 463 8 കൊണ്ട് ചെയ്യുമ്പം 3704 വരും. 75 8 കൊണ്ട് ചെയ്യുമ്പം 600 വരും. 600 എന്ന് പറയുന്നത് പൈസയാണ്. പൈസയെ നമ്മൾ റുപ്പീസിലോട്ട് മാറ്റി 600 എന്ന് വെച്ചാൽ 2 സ്ഥാനം മാറ്റി കുത്തിടുക. ഇത് അറിയാവേ നിങ്ങൾ? എന്ന് വെച്ചാൽ 1 രൂപ എന്ന് പറയുന്നത് എത്ര? 1 രൂപ 100 പൈസയാണ്. അപ്പോൾ ഇവിടെ 600 പൈസ എന്ന് വെച്ചാൽ 6 രൂപ കേട്ടോ. 3704 + 6 3710 രൂപ എന്താണ് അവിടുത്തെ കിട്ടുന്നത്? ഉത്സവബത്തയായിട്ട് കിട്ടുന്നത് കേട്ടോ. എത്ര രൂപയാണ് ഉത്സവബത്തയായിട്ട് കിട്ടുന്നു എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എമൗണ്ടിൻ്റെ, നമ്മുടെ ശമ്പളത്തിൻ്റെ എത്ര ശതമാനമാണ് ഉത്സവബത്തയായിട്ട് കിട്ടുന്നതെന്ന് മാത്രമേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് 3710 രൂപ എഴുതിയാൽ മതി അല്ലേ. ശമ്പളമുള്ളവരൊക്കെ എത്ര രൂപ ഉത്സവബത്ത കിട്ടുമെന്നാണ് ചോദിച്ചത്? 3710 രൂപ. ഇനി അതല്ല, ശമ്പളവും കൂടെ കൂട്ടി എത്ര രൂപ കിട്ടുമെന്ന് ചോദിക്കുകയെങ്കിൽ 50,085 രൂപ. അത് നമ്മളോട് ചോദിച്ചില്ല, എന്നാലും എഴുതിയേക്കാണ് കേട്ടോ. ഉത്സവബത്ത എത്ര എന്നാന്ന് നമ്മളോട് ചോദിച്ചാൽ അപ്പോൾ ഇത് മാത്രം മതി. ഓക്കെ ആണോ നിങ്ങളെ? അടുത്ത നോക്കിയോ നിങ്ങളെ, ശതമാനം. ഇനി നമ്മൾ ഇതുവരെ നമുക്ക് പെർസെൻറ്റേജ് തന്നിട്ടുണ്ടായിരുന്നു. ഇതുവരെയുള്ള കണക്കിലെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? 25,000-ന്റെ 5% എത്ര? 50,000-ന്റെ 8% എത്ര? പിന്നെ ബാങ്കിൽ കൊണ്ടടച്ചപ്പോൾ 8% ഇൻട്രസ്റ്റ് ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതുവരെ നമ്മളോട് പറഞ്ഞത് അല്ലേ. പക്ഷേ ഇനി നോക്കിയേ, ഇനിയുള്ള 112ാമത്തെ എക്സസൈസ് നോക്കണേ നിങ്ങളെ. എത്ര ശതമാനം നോക്കി? 25,000 rupees deposited in a bank earned 2,000 rupees as interest in a year. വാട്ട് ഈസ് ദ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ്? നോക്കണേ. 25,000 രൂപ അല്ലേ നിക്ഷേപത്തിന് നിക്ഷേപിച്ചതിന് 1 വർഷം കഴിഞ്ഞപ്പോൾ 2,000 രൂപ പലിശ കിട്ടി. അങ്ങനെയാണെങ്കിൽ എത്ര ശതമാനമാണ് പലിശ എന്നാണ് പലിശ നമ്മൾ കാണണം അല്ലേ. എന്താ ചെയ്യും? പലിശ നമ്മൾ കണ്ടുപിടിക്കണം കുഞ്ഞുങ്ങളെ. അപ്പം ഡിപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് എത്ര കുഞ്ഞുങ്ങളെ? ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് എത്ര രൂപയാണ്? ഡിപ്പോസിറ്റഡ് എമൗണ്ട് 25,000 രൂപയാണ് അല്ലേ. ഡിപ്പോസിറ്റഡ് എമൗണ്ട്, അതായത് നിക്ഷേപിച്ച തുക. നിക്ഷേപിച്ച തുക 25,000 കേട്ടല്ലോ. ഇനി എത്ര അവിടെ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് അവിടെ കിട്ടി? പലിശ എത്ര രൂപ കിട്ടി? ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ നമുക്ക് എത്ര കിട്ടിയേ? 2,000 രൂപ പലിശയും കിട്ടി. ഇനി നമ്മൾ എന്തോ ചെയ്യും നോക്കിയേ. എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്ത് 25,000 രൂപയാണ്. ചെന്നപ്പോൾ നമുക്ക് 2,000 രൂപ പലിശയും കിട്ടി. അപ്പം നമുക്ക് അവർ എങ്ങനെയായിരിക്കും ഇവർ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചത് അല്ലേ? നമുക്കൊരു ഡൗട്ട്, ഇത് എങ്ങനെയായിരിക്കും? അപ്പം എന്താ നിങ്ങളെ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്ങനെയായിരിക്കും പലിശ കണക്കാക്കിയത്? എങ്ങനെയായിരിക്കും കുഞ്ഞുങ്ങളെ? അതായത് നമ്മൾ പറഞ്ഞു 25,000-നകത്തിലെ എത്ര നൂറുകളുണ്ട് കുഞ്ഞുങ്ങളെ? ഇവിടെ 25,000-നകത്ത് എത്ര നൂറുകളുണ്ടെന്ന് നമ്മൾ എമൗണ്ടിനെ മുമ്പ് ലാസ്റ്റ് ചെയ്ത രീതി ചെയ്യാം. ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് ഇതിനകത്തിൽ എത്ര നൂറുകളുണ്ടെന്ന് ശതമാനത്തിലോട്ട് മാറ്റാൻ. എത്ര ശതമാനം എന്നാണ് നമ്മുടെ ഹെഡിങ് തന്നെ.
അപ്പോൾ നോക്കിയേ ഇത് പോയി അല്ലേ, ഈ രണ്ട് സ്ഥാനം ലാസ്റ്റിലത്തെ 2 സ്ഥാനം മാറ്റി. അപ്പോൾ എത്ര 250 പിന്നെ വന്നത് കേട്ടോ. ആ 250 ശ്രദ്ധിച്ചിരുന്നോണ്ടേ കുഞ്ഞുങ്ങളെ. ഈ 250 അതായത് എത്ര 25,000 എത്ര 100 ഉണ്ട്, 250 100 ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുന്നറിയോ, ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന പലിശയെ കേട്ടോ, എന്താ കുഞ്ഞുങ്ങളെ, തന്നിരിക്കുന്ന പലിശ നമുക്ക് കിട്ടിയില്ലേ, അതിനെ ഈ 250 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, നേരെ തല തിരിച്ച് കേട്ടോ. മനസ്സിലായോ? നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റിനെ പലിശയെ നമ്മൾ എന്ത് ചെയ്യുക, എമൗണ്ട്, അതായത് ഈ 0 2 പോയേ കേട്ടോ, പെർസെൻറ്റേജിൻ്റെ പോയേ, അതുകൊണ്ട് ചെയ്യണം. അപ്പോൾ നോക്കി ഈ 0 പോയി. പിന്നെ എത്ര 200/25, 0ഉം 5ഉം ലാസ്റ്റിൽ വന്നാൽ ഞാൻ പറഞ്ഞു നമുക്ക് എളുപ്പവഴി ഉണ്ടല്ലേ, 5ൻ്റെ ടേബിൾ പറ്റും. എത്ര അതും അറിയത്തില്ലെങ്കിലുണ്ടല്ലോ, 25 വന്നല്ലേ, 200 അല്ലേ കുഞ്ഞുങ്ങളെ. അപ്പോൾ എത്ര 200 ആകുമ്പം 200/25 അടിക്കണം. 25 ആകുമ്പം 5 5 25 വരും. 200 ആകുമ്പോഴോ 10 ഇവിടെ നോക്കണം കുഞ്ഞുങ്ങളെ, ഇൻട്രസ്റ്റ് ബൈ എമൗണ്ട് ആട്ടോ. എമൗണ്ട് എഴുതുന്നത് ഈ 0 ലാസ്റ്റിലത്തെ 2 കട്ട് ചെയ്തിട്ടാണ്. ആ ലാസ്റ്റിലത്തെ വെച്ചാൽ എത്ര 100 ഉണ്ടെന്ന് കേട്ടോ. എത്ര 25,000 എത്ര 100 ഉണ്ട്, 250 100. ആ 250 ആണിത്. ആ ഇൻട്രസ്റ്റ് ബൈ എമൗണ്ട്. അപ്പോൾ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി മേളിലും താഴെയും 0 പോയി, ബാക്കി 200/25. ലാസ്റ്റിൽ 0ഉം 5ഉം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതാ 5ൻ്റെ ടേബിൾ പറ്റും. 200-ൽ 40 5 ഉണ്ട്, 25-നകത്ത് 5 5 ഉണ്ട്. അപ്പം 40/5 = 8 ഇവിടെ വന്നത് കേട്ടോ. അപ്പോൾ 8% നമുക്ക് ഇവിടെ തന്ന പലിശ കേട്ടോ. എത്ര ശതമാനമാണ് നമുക്കിവിടെ 2000 രൂപ തന്നല്ലോ, അത് എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിച്ചതാണ്. എളുപ്പമല്ലേ കുഞ്ഞുങ്ങളെ? എളുപ്പമില്ലയോ? ഇവിടെ നിങ്ങൾക്ക് വെട്ടുമ്പോൾ തിരിഞ്ഞു പോകല്ലേ കേട്ടോ. ഈ 2000 0 വെട്ടിക്കളയുക, പിന്നെ 200ഉം 25ഉം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. 0 ഏതൊരു സംഖ്യയുടെ ലാസ്റ്റിൽ 0ഉം 5ഉം വന്നാൽ 5ൻ്റെ ടേബിളിൽ ചെയ്യാൻ പറ്റും കേട്ടോ. എത്ര 45 200 കേട്ടോ. അപ്പം 40. പിന്നെ നമുക്കറിയാം 25-ൽ 5 5 25. അപ്പം 40/5, 40നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 8 5 40. ഓക്കെ ആണോ? നമുക്ക് ഇതിൻ്റെ ഒരെണ്ണോടെ ചെയ്യാം. അടുത്ത ചോദ്യം നോക്കി കുഞ്ഞുങ്ങളെ. 480 രൂപയ്ക്ക് പുസ്തകം വാങ്ങിയപ്പോൾ വില 72 രൂപ കുറച്ച് കിട്ടി. 480 രൂപയ്ക്ക് പുസ്തകം വാങ്ങിയപ്പോൾ 772 രൂപയാണ് കുറച്ച് കിട്ടിയത്. ആ കടയിൽ പുസ്തകങ്ങൾക്ക് എത്ര ശതമാനമാണ് വിലക്കുറവ്? നേരത്തെ നമ്മളൊരു കടയിൽ കയറിയപ്പം 15% വിലക്കുറവ്, ഏത് ബുക്ക് എടുത്താലും 15% വിലക്കുറവുണ്ട്, അതുകൊണ്ട് ഏതെങ്കിലും വേണമെങ്കിലും എടുത്തോണ്ട് പോകുന്നു പറഞ്ഞല്ലേ ആദ്യം നമ്മളത് പറഞ്ഞത്. പക്ഷേ ഇവിടെ നോക്കിയേ, പേഴ്സൻറ്റേജ് എത്രയാണെന്ന് പറയുന്നില്ല, പക്ഷേ 72 രൂപ കുറച്ച് കിട്ടി. 480 രൂപ വിലയുള്ളൊരു ബുക്കിന് 72 രൂപ അയാൾ വില കുറച്ച് തന്നു. അപ്പോൾ അവിടെ എത്ര ആയിരിക്കും പെർസെൻറ്റേജ് കാണുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചത്. ഫോർ ബുക്ക് വർക്ക്സ് ഫോർ 80 rupees എ ഷോപ്പ് ഗേവ് 74 rupees as ഡിസ്കൗണ്ട്. വാട്ട് ഈസ് ഡിസ്കൗണ്ട്? പെർസെൻറ്റേജ് കാണാൻ. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണാനാവും നിങ്ങളെ. ഇത് നോക്കണേ. അപ്പോൾ ബുക്കിൻ്റെ വില എന്ന് പറയുന്നത് എത്ര രൂപയായിരുന്നു? ബുക്കിൻ്റെ വില 480 രൂപയാണ്. ഇവിടെ നമുക്ക് ഡിസ്കൗണ്ട് ആണ്. എന്താ നിങ്ങളെ? ഡിസ്കൗണ്ട്. ചോദ്യം കേൾക്കണേ. ഡിസ്കൗണ്ട് ആണ് തന്നിരിക്കുന്നത് 72 രൂപ. മുമ്പ് നമ്മൾ ചെയ്ത രീതി വെച്ചാൽ 720 അല്ല 72 രൂപ അല്ലേ? മുമ്പ് നമ്മൾ ചെയ്ത രീതി വെച്ചിട്ട് ഏതായിരുന്നു മുമ്പ് തൊട്ട് മുമ്പ് ചെയ്തത്? 2000/200 മുകളിൽ വലുതും താഴെ ചെറുതും വെച്ചായിരുന്നു നമ്മൾ വെട്ടി എങ്ങനെ ചെയ്തത്. ഇവിടെ നോക്കിക്കേ, ഡിസ്കൗണ്ട് ബൈ ഡിസ്കൗണ്ട് ബൈ തന്നിരിക്കുന്ന വിലയെന്നല്ലേ നമുക്ക് ചെയ്യേണ്ടത് അല്ലേ? മുമ്പ് ചെയ്ത രീതി വെച്ചിട്ട് ഡിസ്കൗണ്ട് ബൈ ബുക്ക് നോക്കിയേ, 72/480 വെച്ച് നമുക്ക് ചെയ്യണം. പക്ഷെ നോക്കിയോ നിങ്ങൾ, ഇത് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഈ ഡിസ്കൗണ്ടിനെ എന്ത് ചെയ്യുന്നറിയോ, അതായത് ഈ റുപ്പീസിനെ പൈസയാക്കി അങ്ങ് മാറ്റി. കാരണം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് റുപ്പീസിനെ പൈസയായിട്ടങ്ങ് മാറ്റും. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? 72/480, 72നെ 480 കൊണ്ട് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഡിസ്കൗണ്ടിൻ്റെ ഈ റുപ്പീസിനെ നമ്മൾ എന്താക്കണം, പൈസയാക്കി ചെയ്യണം. അപ്പം 72/480 നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഈ 72നെ നമ്മൾ റുപ്പീസ് അല്ലേ, അതിനെ അങ്ങ് പൈസയാക്കണം. പൈസയാക്കാൻ എന്തോ ചെയ്യണം, 2 0 കൂടി ഇട്ട് കൊടുത്താൽ മതി. നേരത്തെ ഓർമ്മയുണ്ടോ? അതായത് 5 രൂപ എന്ന് പറയുന്നത് എത്ര? 100 പൈസയാണ് അല്ലേ?
മനസ്സിലായല്ലോ. അപ്പോൾ ഈ പൈസയെ റുപ്പീസിനെ പൈസയാക്കാൻ 2 പൂജ്യവും കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിവിടെ വരും 72 ഇട്ടിട്ട് 2 പൂജ്യവും കൂടെ കൊടുക്കുമ്പം ഡിസ്കൗണ്ടിൻ്റെ കിട്ടും. ഇനി നമുക്ക് ചെയ്യാമല്ലോ അല്ലേ, ഡിസ്കൗണ്ട് ഇല്ലയോ, ഇനി നമുക്ക് പറ്റത്തില്ലേ. അങ്ങനെ 72 ഇട്ടിട്ട് 2 പൂജ്യം ബൈ നമുക്ക് 480. വെട്ടാൻ പൂജ്യം വല്ലതും ഉണ്ടോ? ഉണ്ട്. ഇവിടെ ഒരു പൂജ്യം, ഇവിടെ ഒരു പൂജ്യം. ഇവിടെ വന്ന ഓർത്തോണേ നിങ്ങൾ എങ്ങനെയാണ് കേട്ടോ. 72നെ 480 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ആ 72നെ നമ്മളങ്ങ് റുപ്പീസ് അല്ലായിരുന്നു, റുപ്പീസിനെ പൈസയിലോട്ട് അങ്ങ് കൺവേർട്ട് ചെയ്തു കേട്ടോ. ഇത് പൈസയിലോട്ട് കൺവേർട്ട് ചെയ്തു. അപ്പം 0 വെട്ടിപ്പോയി. പിന്നെ 720/48. 720 48 ഏതിൻ്റെ ടേബിളിൽ വരുമെന്ന് നോക്കണം. നിങ്ങൾ കുഞ്ഞുങ്ങളായതുകൊണ്ട് നിങ്ങൾ ഇതെന്ത് ചെയ്യണം, ഇതിൻ്റെ പകുതി ചെയ്താൽ മതി. 720ൻ്റെ പകുതി എത്ര കുഞ്ഞുങ്ങളെ? 72ൻ്റെ പകുതി എത്ര? 36 കേട്ടോ. 36. 48ൻ്റെ പകുതി 24 അല്ലേ, ഇല്ലയോ? 720 അപ്പം 360 വരും. 720ൻ്റെ പകുതി 360 ചെയ്യാൻ എളുപ്പം കേട്ടോ. 48ൻ്റെ പകുതി 24. ഇനി 360ൻ്റെ പകുതിയോ? 36ൻ്റെ പകുതി എത്ര? 18 അല്ലേ, 18. പിന്നെ ഈ 0 100. 24ൻ്റെ പകുതി 12 അല്ലേ, 12. 180ൻ്റെ പകുതി 90. 90ൻ്റെ 12ൻ്റെ പകുതി 6. അപ്പം 90ൻ്റെ പകുതി 45. 6ൻ്റെ പകുതി 3 കേട്ടോ. മതി 45. ഇതിനെ 3നെ പകുതി എടുക്കാൻ പറ്റത്തില്ല. അപ്പം 45നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തേ. 45നെ 3 കൊണ്ട് എത്ര കുഞ്ഞുങ്ങളെ? 1 3 3 15. 5 3 15 കേട്ടോ. അപ്പോൾ എത്ര വന്നു? 15% എന്താ ആ ബുക്കിൻ്റെ പെർസെൻറ്റേജ്. മനസ്സിലാക്കി ചെയ്യണേ. ഇതിൻ്റെ ഒരു കണക്കൂടുണ്ട്, അതുകൂടെ നമുക്ക് ചെയ്യാം. ആ ചാർട്ടിൻ്റെ ഏറ്റവും ലാസ്റ്റിലത്തെ കണക്ക് നോക്കൂ നിങ്ങളെ. ഒരു കമ്പനി കഴിഞ്ഞ വർഷം നിർമ്മിച്ച മൊബൈൽ ഫോണുകൾക്കെല്ലാം, കഴിഞ്ഞ വർഷമാണേ നിർമ്മിച്ച മൊബൈൽ ഫോണുകൾക്കെല്ലാം ഒരു നിശ്ചിത ശതമാനം വില കുറച്ചാണ് ഈ വർഷം വിൽക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷം പണിഞ്ഞതല്ലേ, അതുകൊണ്ട് ഈ പ്രാവശ്യം എന്താണ് വർഷം മൊബൈൽ ഫോണുകൾക്കെല്ലാം അദ്ദേഹം വില കുറച്ച് കൊടുത്തു. നേരത്തെ 45,000 രൂപ വിലയുണ്ടായിരുന്ന ഫോണിന് ഇപ്പം 37,800 രൂപയാണ് വില. നോക്കണേ കുഞ്ഞുങ്ങളെ, നേരത്തെ 45,000 രൂപ വിലയുള്ള ഫോണിന് അദ്ദേഹം 37,800 രൂപയാണ് വില കുറച്ച്. എത്ര ശതമാനമാണ് അദ്ദേഹം വില കുറച്ചതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ എന്തെങ്ങനെയാണ്? എ മൊബൈൽ ഫോണ് മാനുഫാക്ചർ സെൽസ് ഓൾ ദ പ്രീവിയസ് ഇയേഴ്സ് മോഡൽസ് ആസ് എ ഫിക്സഡ് ഡിസ്കൗണ്ട്. എ ഫോൺ വിച്ച് കോസ്റ്റ് 45,000 rupees earlier reason now sold for 37,800 rupees. What is the discount percentage? Discount percentage എഴുതാനാവും നിങ്ങളെ ചോദിച്ചത്. ശതമാനമാണ് ഇവിടെ. എത്ര ശതമാനമാണ് വില കുറച്ചത് എന്നാണ് നമ്മളോട് ചോദിച്ചത്. നമുക്ക് ചെയ്യാം. ലാസ്റ്റ് കണക്കാൻ നോക്കൂ നിങ്ങളിവിടെ. ഫോണിൻ്റെ വില 45,000 രൂപയാണ്. ഡിസ്കൗണ്ട് 37,800 രൂപയാണ്. അപ്പോൾ എത്ര രൂപയാണെന്ന് അറിയണം. 37,800 ഡിവൈഡ് 45,000. അപ്പം നമുക്ക് എന്ത് ചെയ്യുന്നറിയോ, ഈ 37,800 എന്ന് പറയുന്നത് അതിനെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഈ റുപ്പീസിനെ പൈസയിലോട്ട് അങ്ങ് കൺവേർട്ട് ചെയ്യാം കേട്ടോ. പൈസ. എന്നിട്ട് എന്തോ ചെയ്യണം, ഈ 0 ഈ 0 ഈ 0 ഈ 0 പോയി. ബാക്കി 37,800 അല്ല, അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ 0, ഈ 0 ഈ 0 പോയി അല്ലേ. ഓക്കെ. അപ്പം 3780 ബൈ മേളിൽ എത്ര 0 ഉണ്ടോ അത്രയും 0 താഴെ മേളിൽ നോക്കിയാൽ 3 0 അല്ലേ, താഴെ നമ്മൾ 3 0 വെട്ടി. അപ്പോൾ ബാക്കി 3780/45 വരും. 3780നെ 45 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്തേ നിങ്ങളെ. 45 37 വരത്തില്ല. അപ്പം 45 8 8 40 ശിഷ്ടം 4 4 32 30 37 35 36 4 32 4 36 എത്ര 8 45 360 18 45 4 4 20 ഇഷ്ടം 2 4 16 2 18 180. നോക്കിയോ നിങ്ങളെ, ഇപ്പം തന്ന ലാസ്റ്റ് കണക്ക് ഒരു ഇച്ചിരി വലിയ കണക്കുകളാണ്. അതായത് ഇവിടെ പ്രൈസ് ഓഫ് ഫോണിൻ്റെ വില 45,000 രൂപയാണ്. ഡിസ്കൗണ്ട് 37,800. ഡിസ്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ നേരത്തെ വിലയിൽ നിന്ന് ഇപ്പോൾ അയാൾ വിൽക്കുന്നത് 37,800 രൂപയ്ക്ക് എന്താ കേട്ടോ ഇപ്പോൾ വിൽക്കുന്നത്. അപ്പം റേറ്റ് കാണുന്നത് 37,800/45,000 ഇൻറ്റു തന്നിരിക്കുന്ന പെർസെൻറ്റേജ് കേട്ടോ. പെർസെൻറ്റേജിൻ്റെ 100
കേട്ടോ 100. അപ്പം അല്ലെങ്കിൽ ഈ 100 എന്നുള്ളത് എന്താ പൈസയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് 100 തന്നെ കേട്ടോ. ഫോണിന് ഇവിടെ പെർസെൻറ്റേജിൻ്റെ. അപ്പം ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു 0, 3 0 താഴെയും പോയി, 3 0 മേളിലും പോയി. അപ്പോൾ ഏതാ 3780/45. നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്താ 84 കിട്ടി. അപ്പം മൊത്തം 100% അല്ലേ. പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ എന്താ 100 ആ 100-ൽ നിന്നും ഈ 84 അങ്ങ് പോയി കഴിഞ്ഞാൽ ബാക്കി 16% അയാൾ കുറച്ച് കൊടുത്തത്. ഒരു ഇച്ചിരി കട്ടി കണക്കാവും. നിങ്ങൾ സത്യം പറഞ്ഞാൽ ഇത് 8 9 ഒക്കെ പഠിപ്പിക്കുന്നതാ ഇതിലെ കണക്കുകൾ. നിങ്ങൾക്ക് 6ാം ക്ലാസ്സാ ഇത്രയും വലിയ ഇങ്ങനെയൊക്കെ വെട്ടാനും ഒക്കെ തന്നതിൽ ഞാൻ എന്തോ ചെയ്യാനായിട്ടോ. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണേ കുഞ്ഞുങ്ങളെ. ഇവിടെ ഇൻട്രസ്റ്റ് ഡിപ്പോസിറ്റിന് 25,000 ഈ 3 കണക്ക് ഒന്നും കൂടി ഒന്ന് നോക്കണേ കേട്ടോ. അതായത് ഇത് എളുപ്പമാണ് അല്ലേ. ലാസ്റ്റിലത്തെ 2 0 280 8 റേറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ 8%. അത് നമുക്ക് കിട്ടി. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 15%. അതായത് 480 രൂപ വിലയുള്ള പുസ്തകം 72 രൂപ കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ 72-നെ എന്താ ഇൻറ്റു ഡിസ്കൗണ്ട് എന്നുള്ളതിൻ്റെ ഈ 100 എന്നുള്ളത് ഡിസ്കൗണ്ടിൻ്റെ 100 നമുക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം കേട്ടോ. 100 കൂടി ഇട്ട് കൊടുത്തപ്പോൾ 7200 കേട്ടോ. പൈസയിലോട്ട് കൺവേർട്ട് ചെയ്താലും 100 വരും. അപ്പം എന്താ 7200/480 0 പോയി. ബാക്കി 15% ഇവിടെയും വരുന്നത്. ഇവിടെ എന്താണ് 16%. എങ്ങനെയാണെന്ന് ഓർത്തോണേ നിങ്ങളെ. അതായത് ഫോണിൻ്റെ വില 45,000 ആയിരുന്നു. ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ അയാൾ കുറച്ച് കൊടുക്കുന്നത് 37,800. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഈ മൂന്നാമത് തന്ന 3 കണക്കിൻ്റെ വ്യത്യാസം എന്താ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണാൻ. എന്ന് വെച്ചാൽ റേറ്റ് മണ്ടക്കിട്ടിട്ട് തന്നിരിക്കുന്ന എമൗണ്ട് താഴെ എഴുതണം ഇൻറ്റു എന്താ ശതമാനത്തിൻ്റെ കേട്ടോ പെർസെൻറ്റേജ്. അപ്പോൾ 0.3 വെട്ടി പോയി കഴിഞ്ഞാൽ 84 വരും. പെർസെൻറ്റേജ് ആണ് 84 എന്ന് പറയുന്നതിൻ്റെ 84. അപ്പോൾ 100%-ൽ നിന്ന് 84 പോയി കഴിഞ്ഞാൽ ബാക്കി 16%-ലാണ് അയാൾ ആ ഫോണ് വിറ്റത് കേട്ടോ. ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ നിങ്ങളെ. ലാസ്റ്റിലത്തെ 3 ഇച്ചിരി ഡൗട്ട് കാണുമായിരിക്കും. ഉണ്ടെങ്കിൽ പറ. നമുക്ക് അത് 3 വേറെ രീതിയിൽ ഒന്നും കൂടെ ചെയ്യാൻ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ. അപ്പം താങ്ക് യു.